SCB മലയാളിയുടെ സ്വന്തം ഫാമിലി ചാനൽ. നമസ്കാരം, കെയറിംഗ് ഹാൻഡ്സിലേക്ക് സ്വാഗതം. കെയറിംഗ് ഹാൻഡ്സിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കാൽമുട്ട് വേദനയും പരിഹാരങ്ങളും എന്ന വിഷയത്തെ സംബന്ധിച്ചാണ്. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ്. അതോടൊപ്പം ഞങ്ങൾക്കൊരു വാട്സപ്പ് നമ്പറുണ്ട്, അതിലേക്കും നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് സെൻഡ് ചെയ്യാവുന്നതാണ്. വാട്സപ്പിലും അതുപോലെ തന്നെ കോളിലും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പരാതി വേണ്ട, ഞങ്ങൾക്കൊരു മെയിൽ ID കൂടിയുണ്ട്. doctor@asianet.co.in എന്ന മെയിൽ IDയിലേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെ സെൻഡ് ചെയ്യാവുന്നതാണ്. തീർച്ചയായും ഈ വിഷയത്തെക്കുറിച്ച് വളരെ ആധികാരികമായി നമുക്ക് വിവരങ്ങൾ പറഞ്ഞു തരാനും അതുപോലെ തന്നെ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുവാനുമൊക്കെ ആരോഗ്യ കേരളം എന്ന് പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ അസ്ഥി സംബന്ധമായ രോഗങ്ങളെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെ നയിക്കുന്ന, കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ മികച്ച സംഭാവനകൾ നൽകുന്ന പ്രശസ്ത ഓർത്തോപെഡിക് ആൻഡ് ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് സർജനും അതുപോലെ തന്നെ സ്പോർട്സ് മെഡിസിനുള്ള സ്പെഷ്യലിസ്റ്റുമായ സ്പോർട്സ് ഡോക്ടർ എന്ന വിളിപ്പേരുള്ള പ്രശസ്ത ഡോക്ടർ ഹരീഷ് ചന്ദ്രനാണ് നമുക്കൊപ്പം ചേരുന്നത്. നിറഞ്ഞ സ്നേഹത്തോടു കൂടി അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം ഇന്നത്തെ എപ്പിസോഡിലേക്ക്. നമസ്കാരം ഡോക്ടർ. ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ആരോഗ്യപരമായ ഒരു കേരളം, അതാണ് ഒരു സ്വപ്നം എന്ന് പറയുന്നത് എല്ലാവരും ആരോഗ്യത്തോടു കൂടി ഇരിക്കുക. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് കാൽമുട്ട് വേദനയും അതുപോലെ തന്നെ അതിൻ്റെ പരിഹാരങ്ങളും എന്ന വിഷയത്തെ ആസ്പദമാക്കിയിട്ടാണ്. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ഈ ഒരു കാൽമുട്ട് വേദന എന്ന് പറയുന്ന അവസ്ഥ അനുഭവിക്കാത്തതായിട്ട് ആരും ഉണ്ടാവില്ല. ചെറിയ കുട്ടികളായാലും വലിയവരായാലും എല്ലാം ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ടാകും. പക്ഷേ പല തരത്തിലായിരിക്കും കാൽമുട്ട് വേദന എന്ന് പറയുന്നത്. അപ്പോൾ കാൽമുട്ട് വേദന എന്ന് പറയുന്നത് എന്താണ്, വിവിധ തരത്തിലുണ്ടോ, അതിനെക്കുറിച്ച് നമുക്ക് ജനറലായിട്ട് സംസാരിച്ചു തുടങ്ങാം. ഈ നോർമലായിട്ട് നമുക്കൊരു ഡീജനറേറ്റീവ് പ്രോസസ്സുണ്ട്. ആ ഡീജനറേറ്റീവ് പ്രോസസ്സ് ഇപ്പോൾ ഒരാൾ ഒരു 5 വയസ്സുള്ള കുട്ടി 10 വയസ്സാവണു, 15, 20, 25, 45, 50 ആൾക്കാരുടെ ആയുസ് കൂടി വരികയാണ്. അപ്പോൾ അതിനനുസരിച്ച് ഒരു നോർമലായിട്ടുള്ളൊരു ഡീജനറേറ്റീവ് പ്രോസസ്സ് ആ മുട്ടിനകത്തുണ്ട്. അപ്പോൾ അത് പല ഘട്ടങ്ങളിൽ ഡിഫറെൻ്റ് ആണ്. ഇപ്പം ഒരു 15 വയസ്സുള്ള ആൾക്ക് ചിലപ്പം മുട്ടുവേദന വരാൻ പറ്റുന്നത് പല റീസൺസ് കൊണ്ടായിരിക്കാം. ചിലപ്പം കുട്ടികളിൽ നേരത്തെ സന്ധിവാതം ഉണ്ടെങ്കിൽ അവർക്ക് ആ രീതിയിൽ ബേസിക്കലി മുട്ടുവേദന വരാം. കുറച്ചുകൂടെ ഒരു ഓൾഡർ പോപ്പുലേഷൻ വരുന്ന ആൾക്കാരാണ് നമ്മളിപ്പം കൂടുതലും പറയുന്നത് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. അതായത് മുട്ടിൽ ശരിക്കും പറഞ്ഞാൽ തരുണാസ്ഥി തേഞ്ഞു പോവുക. അപ്പോൾ അത് തേഞ്ഞു പോകുമ്പോഴത്തേക്ക് എല്ല് തമ്മിൽ ഒരയുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവും. പേഷ്യൻസിന് പെയിൻ ഉണ്ടാവും, വേദന ഉണ്ടാവും, നടക്കാൻ ബുദ്ധിമുട്ട്, പടി കയറാൻ ബുദ്ധിമുട്ട്, പടി ഇറങ്ങാൻ ബുദ്ധിമുട്ട്, കാല് ചമണം പൂട്ടിയിരിക്കാൻ, തറയിലിരിക്കാൻ ബുദ്ധിമുട്ട്, ഇന്ത്യൻ ടോയ്ലറ്റ് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ട്. ഇതൊക്കെയാണ് ക്ലാസിക്കലായിട്ട് പേഷ്യൻസ് പറയുന്ന സിംറ്റംസ്. ഇരുന്നിട്ട് എണീക്കാൻ നേരത്തെ ബുദ്ധിമുട്ട്. അപ്പോൾ ഒരു നോർമൽ ഡീജനറേറ്റീവ് പ്രോസസ് ഉണ്ട്. അതിൻ്റെ കൂടെ ചില ആൾക്കാർക്ക് ചെറുപ്പകാലത്തിൽ ചിലപ്പം എന്തെങ്കിലും ആക്സിഡൻറ്റ്സോ വല്ലതും സംഭവിച്ചിരിക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും മുട്ടിനകത്ത് ഉണ്ടാകുന്ന ചെറിയ ക്ഷതം കാരണം കുറച്ച് ഏർലി പ്രോസസ്സായിട്ട് നമുക്കത് വരാൻ പറ്റും. അതായത് ഒരു 60 വയസ്സിൽ കാണുന്നത് ഒരു 45 വയസ്സിൽ വരെ ഉണ്ടാകുന്നു. പൊതുവേ കുറച്ച് ഈ ലേഡി പോപ്പുലേഷൻസിലാണ് നമ്മളിത് കൂടുതലും കാണുന്നത്, ലേഡീസിലാണ് കാണുന്നത്. അവരുടെ ഈ BMI കുറച്ച് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒബീസിറ്റി ഉണ്ടാവാം. ഒബീസിറ്റി കാരണം ശരിക്കും പറഞ്ഞാൽ മുട്ടിൻ്റെ പുറത്ത് ലോഡ് കൂടാം. അപ്പോൾ ലോഡ് കൂടി കഴിയുമ്പോഴത്തേക്ക് തേയ്മാനം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നേരത്തെ ലെവലിൽ തന്നെ സ്പോർട്സ് കളിക്കുന്ന പിള്ളേരുണ്ട്, കൊച്ചു പിള്ളേർ. അവരൊരു 40-45 ഇയേഴ്സ് കഴിയുമ്പോഴത്തേക്ക് അത്രയും വർഷം കളിച്ചതിൻ്റെ ആ ഒരു സ്ട്രെയിൻ ആ മുട്ടിനകത്ത് വന്നു കഴിയുമ്പം ഉണ്ടാവാൻ പറ്റുന്ന ചേഞ്ചസ് തരുണാസ്ഥിയിൽ ഉണ്ടാവാം. അങ്ങനെ വരുമ്പോൾ ഓസ്റ്റിയോആർത്രൈറ്റിസ് ഉണ്ടാവാം. സോ പല ഡിഫറെൻറ്റ് കോസസ് ആണ് ഒരുപാടുണ്ട്. ശരിയായ മുൻകരുതലുകൾ ഉണ്ടെങ്കിൽ നമുക്കൊരു പരിധിവരെ ഇത്തരത്തിലുള്ള മുട്ടുവേദന വരാതെയും ഒക്കെ ഒരു ഓവർ വെയിറ്റ് ഒക്കെ നമുക്കൊന്ന് കൺട്രോൾ ചെയ്തൊക്കെ കൊണ്ടുപോകുക, അല്ലെങ്കിൽ അത്യാവശ്യം എക്സസൈസ് ചെയ്യുക, അല്ലേ? അതൊരു ടിക്കിംഗ് ക്ലോക്കാണ്. അപ്പോൾ അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ സ്പീഡിനെ മാത്രമേ നമുക്ക് പിടിക്കാൻ പറ്റുള്ളൂ. ചലനം നിർത്താൻ പറ്റില്ല, കാരണം നമ്മൾ നടക്കുകയാണ്. അപ്പോൾ അതിൽ എക്സാജറേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് കുറച്ചൊക്കെ ഒഴിവാക്കാൻ പറ്റും. ഇപ്പം കൂടുതലും അത് ഈ ഒരു ഏഷ്യൻ പോപ്പുലേഷനിലാണ് പൊതുവേ കുറച്ച് കൂടുതലായിട്ട് കാണുന്നത്. കാരണം നമ്മുടെ ഫ്ലോർ ആക്ടിവിറ്റി ലെവൽസ് ഒക്കെ കുറച്ച് കൂടുതലാണ്. നമ്മൾ ചെറുപ്രായത്തിലൂടെ നാമം ജപിക്കണോ, കാല് ചമണം പൂട്ടിയിരിക്കണോ, ഇഷ്യൂസൊക്കെ ഉണ്ട്. ഇപ്പം പല റിലീജിയൻസ് ഉണ്ട്. മിക്കവാറുള്ള റിലീജിയൻസിൽ എല്ലാവരും മുട്ടുകുത്തിരുന്നാണ് പ്രാർത്ഥിക്കുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന ആൾക്കാരിലാണ് കൂടുതലും ഇത് കണ്ടുവരുന്നത്. അതിൻ്റെ കൂടെയാണ് ഞാൻ ഈ പറഞ്ഞ ഒബീസിറ്റി ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ. അപ്പം നമ്മുടെ ലൈഫ് സ്റ്റൈൽ നമ്മളൊന്ന് നന്നായിട്ട് ചെറുതായിട്ടൊന്ന് മോഡിഫൈ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ടു എ സർട്ടൻ എക്സ്റ്റെൻറ്റ് ഇതിൻ്റെ പ്രോസസ്സിനെ ഒന്ന് ഡിലേ ചെയ്യാൻ പറ്റും. ഇപ്പം ഒരു 50 വയസ്സിൽ കാണുന്ന കാര്യം മേ ബി ഒരു 60 ഇയേഴ്സിലേക്കൊക്കെ
ബട്ട് ചില ഇതിൽ റൺസ് ഇൻ ഫാമിലീസ് എന്നൊക്കെ നമ്മൾ പറയും. അപ്പം അങ്ങനത്തെ കേസൊക്കെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ബട്ട് ദെൻ മെജോറിറ്റി സം ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് നമുക്ക് തീർച്ചയായും നമുക്ക് അതിലേക്ക് വരാം ഡോക്ടർ. നമുക്കൊരു കോളർ വെയിറ്റ് ചെയ്യാണ്. ഹലോ, വെൽക്കം ടു കെയറിംഗ് ഹാൻഡ്സ്. ആരാണ് വിളിക്കുന്നത്? ഹലോ, വാസന്തി. എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഓക്കെ, നമുക്കിപ്പം ഡോക്ടറുണ്ട്. കാൽമുട്ട് വേദനയും പരിഹാരങ്ങളും എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള ചർച്ചയാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. പറയണം. ഹലോ, കേൾക്കാൻ പറ്റും, പറയണം. കാൽമുട്ട് വേദന, അത് കഴിഞ്ഞ് അതിങ്ങനെ ശകലം നടക്കാൻ ബുദ്ധിമുട്ട്, അതുകൊണ്ട് ഇടുപ്പിന് ചുറ്റും ഒരു വേദന. ഇപ്പം അത് ഈ മുട്ടും ഈ ഇടുപ്പിൻ്റെയും ഞരമ്പൊക്കെ ഒന്ന് തന്നെയാണ് സപ്ലൈ ചെയ്യുന്നത്. അപ്പം ഈ മുട്ടുവേദനയുള്ള ആൾക്കാർക്കൊക്കെ ഇടുപ്പ് പെയിൻ വരാനുള്ള സാധ്യതയും കുറച്ച് കൂടുതലാണ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊരു ഡോക്ടറെ കണ്ടിട്ട് അത് നമ്മൾ സ്റ്റേജസ് ഉണ്ട്. നമുക്ക് ഈ മുട്ടുവേദനയ്ക്കുള്ളത് ഏത് സ്റ്റേജിലാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള ഒരു ചികിത്സ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ അത് എന്താണെന്നുള്ളത് ഒരു ഡോക്ടറെ കണ്ടത് എക്സാമിൻ ചെയ്താൽ മാത്രമേ അത് മനസ്സിലാവുള്ളൂ. അപ്പം അത് എക്സാമിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഉത്തരം വ്യക്തമായെന്ന് കരുതുന്നു. ഹലോ, ഓക്കെ, തീർച്ചയായിട്ടും വിളിച്ചതിന് നന്ദി. വീണ്ടും വിളിക്കുക. തീർച്ചയായും നമുക്ക് ഫോണിലൂടെ ചില കാര്യങ്ങൾ പറയുക എന്ന് പറയുന്നതിന് ഒരു പരിമിതിയുണ്ട്. അപ്പോൾ ഡോക്ടറുടെ അപ്പോയിൻമെൻറ്റിനുള്ള നമ്പറും നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു സംശയമുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു നമ്പറിലും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും വീണ്ടും വിളിക്കുക. വിളിച്ചതിന് നന്ദി ഒരിക്കൽ കൂടി രേഖപ്പെടുത്തുന്നു. തീർച്ചയായും നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു പരിധി വരെ, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു മുട്ട് തേയ്മാനമൊക്കെ വരുന്നത് ഒരു പരിധി വരെ നമുക്കൊന്ന് വൈകിപ്പിക്കാൻ അല്ലെങ്കിൽ ഡിലേ ചെയ്യിക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യം ഒക്കെയാണ് നമ്മൾ പറയുന്നത്. നമുക്ക് കോമൺലി ഒരു മുട്ടുവേദന അനുഭവപ്പെട്ട് തുടങ്ങും. നമ്മൾ കുറച്ചൊന്ന് ചൂടുവെള്ളം വെക്കുക അല്ലെങ്കിൽ ഐസ് വെക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇങ്ങനെ മാറ്റി നിർത്താനായിട്ടൊക്കെ തുടങ്ങാറുണ്ട്. പക്ഷേ ഇതൊരു ചികിത്സാ വിധേയമാക്കേണ്ടതാണ് എന്നുള്ളൊരു തോന്നൽ അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് എപ്പോഴായിരിക്കും ഡോക്ടർ മനസ്സിലാകുന്നത്? ഓക്കെ, നമുക്കൊരു കോമൺ ഹൗസ് വൈഫിൻ്റെ സിനാറിയോ എടുക്കാം. അപ്പോൾ മിക്കവാറും ആൾക്കാർ ഇപ്പം എൻ്റെ ഒരു പ്രാക്ടീസിനകത്ത് ഞാൻ കൂടുതലും കാണുന്ന ഒരു കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ലേഡീസ് വന്നിട്ട് പറയാം, ഇപ്പം നേരത്തെ എനിക്കൊരു പടി കയറുമ്പം ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു, ഇപ്പോൾ പടി ഇറങ്ങുമ്പോഴും ഇഷ്യൂസ് ഉണ്ട്. അപ്പം ആ കയറ്റം ഇറക്കും, ദാറ്റ് ഈസ് വൺ പ്രോബ്ലം. സെക്കൻഡ്, എനിക്ക് നോർമലായിട്ടുള്ളൊരു ഇന്ത്യൻ ടോയ്ലറ്റിൽ പ്രോബ്ലി ടീച്ചേഴ്സ് ആയിരിക്കും. അപ്പോൾ അവരുടെ സ്കൂൾസിലൊക്കെ നോർമലി ഇന്ത്യൻ ടോയ്ലറ്റ്സ് ആയിരിക്കും. അപ്പം ഇന്ത്യൻ ടോയ്ലറ്റ്സിൽ അത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല, യൂറോപ്യൻ ടോയ്ലറ്റ്സിനകത്ത് മാത്രമേ ഇരിക്കാൻ പറ്റുന്നുള്ളൂ. അല്ലെങ്കിൽ കുറച്ചുകൂടെ പ്രായമുള്ള ആൾക്കാരാണെങ്കിൽ പറയുന്ന കോമൺ സിംറ്റംസ്, ഇപ്പം ഞാൻ അടുക്കളയിൽ ജോലി ചെയ്യുന്നുണ്ട്. നേരത്തേക്ക് ഞാൻ 1-2 മണിക്കൂറൊക്കെ ജോലി ചെയ്യുന്നു. ഇപ്പോൾ എനിക്കൊരു അരമണിക്കൂർ കൂടുതൽ ജോലി ചെയ്യാൻ പറ്റുന്നില്ല. അതൊക്കെപ്പോഴത്തേക്ക് എനിക്കൊന്ന് ഇരിക്കണമെന്ന് തോന്നും. അപ്പോൾ ഇതൊക്കെയാണ് ക്ലാസിക്കലായിട്ട് ശരിക്കും പറഞ്ഞാൽ വരുന്ന സിംറ്റംസ്. അപ്പോൾ ഈ സിംറ്റംസും പറഞ്ഞ് നമ്മുടെ ഹോസ്പിറ്റലിൽ വരുമ്പോഴാണ് നമ്മൾ ഒരു എക്സ്റേ എടുത്ത് നോക്കി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മൾ പേഷ്യൻ്റ് അടുത്ത് പറയുന്നത്, അതായത് ഇതാണ് നിങ്ങളുടെ അസുഖം ആൻഡ് ഇതൊക്കെയാണ് ചികിത്സ. അപ്പം അത് ഒരു സ്റ്റേജ് പ്രകാരമാണ്. അതിന് 3-4 സ്റ്റേജസ് ഉണ്ട്. സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3, സ്റ്റേജ് 4. അപ്പോൾ ആ 4 സ്റ്റേജിനകത്ത് ഏത് സ്റ്റേജിലാണ് ആ പെർട്ടിക്കുലർ പേഷ്യൻ്റ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ് നമ്മളതിന് കൊടുക്കുന്നത്. നമുക്ക് അതിലേക്ക് വരാം ഡോക്ടർ. മറ്റൊരു കോളർ കൂടി വെയിറ്റ് ചെയ്യാണ്. ഹലോ, വെൽക്കം ടു കെയറിംഗ് ഹാൻഡ്സ്. ആരാണ് വിളിക്കുന്നത്? ഹരിപ്പാടുന്ന്. ആരാണ്? പേരെന്താണ്? ഓക്കെ, സംസാരിച്ചോളൂ. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം അതെ, ഡോക്ടറോട് ചോദിച്ചോളൂ. മുട്ടിന് വേദനയാണോ? മടക്കുമ്പോഴും ഒക്കെ വേദന. എത്ര നാളായി മുട്ടുവേദന തുടങ്ങിയിട്ട്? ഈ അടുത്തിടെയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതൊരു ഏർലി സ്റ്റേജ് ആയിരിക്കണം. അപ്പം അതിന് ശരിക്കും പറഞ്ഞാൽ കുറച്ച് നിങ്ങളുടെ അടുത്തുള്ള ഡോക്ടറെ കാണുകയാണെങ്കിൽ കുറച്ച് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനൊക്കെ ചെയ്യുകയാണെങ്കിലേ, അപ്പം ഈ തറയിലിരിക്കുന്ന പരിപാടിയൊക്കെ കഴിയുന്നതും കുറച്ചൊന്ന് ഒഴിവാക്കുക, പടി കയറൽ പടി ഇറങ്ങൽ ആക്ടിവിറ്റീസൊക്കെ ഒന്ന് കുറയ്ക്കുക. വെയിറ്റ് ഒക്കെ ഉള്ള ആളാണോ? അപ്പം അങ്ങനെയാണെങ്കിൽ പിന്നെ ബോഡി വെയിറ്റ്, കുറച്ച് വെയിറ്റുള്ള ആൾക്കാരെ നമ്മൾ ബോഡി വെയിറ്റ് കുറയ്ക്കാനൊക്കെ പറയും. പിന്നെ ഇതിനായിട്ടുള്ള കുറച്ച് ട്രീറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്, മരുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിക്കുകയാണെങ്കിൽ ഏർലി സ്റ്റേജ് ആണെങ്കിൽ കുറച്ച് വ്യായാമമൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അടുത്തുള്ളൊരു ഓർത്തോ ഡോക്ടറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പോയി കാണൂ, കണ്ട് എടുക്കൂ, ചികിത്സ എടുക്കൂ, റെഡിയാവും, കുഴപ്പമില്ല. ഉത്തരം വ്യക്തമായി എന്ന് കരുതുന്നു. വിളിച്ചതിന് നന്ദി. വീണ്ടും വിളിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ആ ഒരു വിവിധ സ്റ്റേജാണ്. അപ്പോൾ അതിലാണ് നമ്മൾ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഓരോ സ്റ്റേജിലും ഇന്ന കാര്യങ്ങളാണ് അല്ലെങ്കിൽ ഈ ഒരു രീതിയിലുള്ള ലക്ഷണങ്ങളാണ് കണ്ടുവരുന്നത് എന്ന് പറയാറുണ്ട്. അപ്പോൾ ആ ഒരു രീതിക്ക് നമ്മുടെ ഈ ഒരു നീ ആർത്രൈറ്റീസ് ആണെങ്കിൽ പോലും
നമ്മൾ കോമൺലി കണ്ടുവരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിലൊക്കെ ആ ഒരു വിവിധ ഘട്ടങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെ ലക്ഷണങ്ങളാണ് കണ്ടുവരുന്നത് എന്നൊന്ന് വ്യക്തമാക്കാം. ഇപ്പോൾ ഈ സ്റ്റേജ് 1 ആർത്രൈറ്റിസ് നമ്മൾ പറയുന്നതിനകത്ത് കൂടുതലും പേഷ്യൻസ് ചിലപ്പോൾ കംപ്ലയിൻ്റ് ചെയ്യുന്നത് ചിലപ്പം ഒരു സ്വെല്ലിംഗ് മാത്രമായിരിക്കും മുട്ടിനകത്ത്, എനിക്ക് നീരുണ്ട് കാലിൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെറിയ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് മാത്രമേ സജസ്റ്റ് ചെയ്യാറുള്ളൂ. ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ പടി കയറുന്ന ആക്ടിവിറ്റീസ് കുറച്ച് കുറയ്ക്കുക, ഫ്ലോർ സിറ്റിംഗ് ആക്ടിവിറ്റീസ് കുറയ്ക്കുക, ഒരേ പൊസിഷനിൽ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ കഴിയുമ്പോൾ എണീറ്റ് നടന്ന് തിരിച്ച് വന്നിട്ടിരിക്കുക. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ മോഡിഫിക്കേഷൻസ്. സ്റ്റേജ് 2ലേക്ക് വരുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ കുറച്ച് എക്സസൈസും കൂടെ റീഇൻഫോഴ്സ് ചെയ്യും. ക്വാഡ്രിസെപ്സ് എക്സസൈസ് ഉണ്ട്, VMOs ഉണ്ട്, ഹിപ്പ് എക്സസൈസ് ഉണ്ട്, അപ്പോൾ അതൊക്കെ ഹാംസ്ട്രിങ് എക്സസൈസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഇൻകോർപ്പറേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ സിംറ്റംസ് കുറച്ചുകൂടെ ബെറ്റർ ആവും. സ്റ്റേജ് 3ൽ ഈ ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ലേറ്റ് സ്റ്റേജ് 2 ഓർ ഏർലി സ്റ്റേജ് 3 നമ്മൾ പറയുന്നത്, അതിനകത്ത് ഈ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസും എക്സസൈസ് കൊണ്ട് മാത്രം പേഷ്യൻസിൻ്റെ പെയിൻ കുറയില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമുക്കിപ്പം വിസ്കോ സപ്ലിമെൻറ്റേഷൻസ് ഉണ്ട് മുട്ടിന് അവൈലബിൾ ആയിട്ടുള്ള. സിൻവിസ്ക് എന്ന് പറഞ്ഞ ഇഞ്ചെക്ഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മാസ് ഉണ്ട്, PRPs ഉണ്ട്. ഏർലി സ്റ്റേജ് 2 സ്റ്റേജ് 3യിലൊക്കെ പെയിൻ സബ്സൈഡ് ചെയ്യാനും സർട്ടൻ എമൗണ്ട് പേഷ്യൻറ്റിന് കുറച്ചൊരു സെൻസ് ഓഫ് വെൽബീങ് ഒക്കെ ഉണ്ടാവുന്നുള്ള ഒരു ചികിത്സയൊക്കെയാണത്. നമുക്ക് ആ ഒരു സ്റ്റേജിലേക്കൊക്കെ വരാം ഡോക്ടർ, വിശദമായി തന്നെ സംസാരിക്കാം. മറ്റൊരു കോളർ വെയിറ്റ് ചെയ്യുകയാണ്. ഹലോ, വെൽക്കം ടു കെയറിംഗ് ഹാൻഡ്സ്. ആരാണ് വിളിക്കുന്നത്? ഞാൻ കൊല്ലത്തുനിന്നാണ് വിളിക്കുന്നത്. പേരെന്താണ്? എൻ്റെ പേര് പ്രീത. ഓക്കെ, ഡോക്ടറോട് ചോദിച്ചോളൂ. കാൽമുട്ട് വേദനയും പരിഹാരങ്ങളും എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള ചർച്ചയാണ്. നമുക്കിപ്പം ഹരീഷ് ഡോക്ടറുണ്ട്, ചോദിച്ചോളൂ. നമസ്കാരം സാറേ, എനിക്കെന്ന് പറഞ്ഞാൽ കാലിന് മുട്ടിന് താഴെയെല്ലാം പിന്നെ പാദത്തിൻ്റെ അടുത്തൊക്കെ ഭയങ്കര നീരായിരുന്നു. കാലിൻ്റെ ആ കണ്ണിൻ്റെ അവിടെയും എല്ലാം ഭയങ്കര നീരാണ്. അങ്ങനെ നീരായി കാലിൽ മുട്ട് എനിക്ക് 2 വട്ടം തെറ്റിയിട്ടുണ്ട്, ചിരട്ട മറിഞ്ഞു വീണ്. അതൊക്കെ പിടിച്ചിട്ട് നേരെ ആയതാണ്. പക്ഷെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് 48 വയസ്സേ ഉള്ളൂ. പക്ഷെ എനിക്കെന്ന് പറഞ്ഞാൽ സാറേ ഒരു വിധത്തിൽ വയ്യ, എനിക്ക് ഒരു പൊടി. അങ്ങനെ കൊണ്ടുവന്ന് ഞാൻ ഇവിടെ മാതാ ഹോസ്പിറ്റലിൽ കാണിച്ചതാണ്. അപ്പോഴും ഓർത്തോ ഡോക്ടർ ഞാൻ 2 മാസം കൊണ്ട് ഫുൾ റെസ്റ്റിലാണ്. എണീക്കരുത്, നടക്കരുത്, കുനിഞ്ഞൊന്നും ഒരു വക ചെയ്യരുത്, വെയിറ്റ് എടുക്കരുത്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ ശരിക്കും മരുന്ന് ഞാൻ കഴിച്ചു. ഗുളികഴിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ മുടിയിൽ തലയിൽ എങ്ങും തൊടാൻ പറ്റത്തില്ല. അതേ കണക്ക് എനിക്ക് ചൂടാണ് എൻ്റെ ശരീരത്തിന്. അത്രയും ഇതിലെനിക്ക് ഞാൻ RCCയിലെ മരുന്നും കഴിക്കുന്നുണ്ട്, CCM എന്നൊക്കെ കഴിച്ച് തൈറോയിഡിൻ്റെ. ഓൾറെഡി എനിക്ക് ഇച്ചിരി വെയിറ്റും ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ തൈറോയിഡിൻ്റെ ഗുളികയൊക്കെ കഴിക്കുന്ന ഞാൻ ആഹാരം വെച്ച് നോക്കുവാണെങ്കിൽ ഞാൻ സാറിന് അങ്ങനെ ആഹാരം കഴിക്കുന്നുമില്ല. പണ്ടൊക്കെ കഴിച്ചിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് പക്ഷെ എനിക്ക് വേദന ഇപ്പം വന്നാൽ ഇപ്പം ഈ 17-ാം തീയതി ആയപ്പോ എനിക്ക് ആ മരുന്ന് വീണ്ടും തീർന്നു. പോകേണ്ട ഡേറ്റാ. പക്ഷെ ഞാൻ പോയില്ലെന്ന് പറയാൻ ഒന്നാമത്തെ പ്രശ്നം പോകാൻ ഇച്ചിരി സാമ്പത്തികമായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. 10,500 രൂപയാവും. പക്ഷെ എനിക്കിപ്പോ ഒരു പൊടി നടക്കാൻ ഒരു 10 സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേദനയെന്ന് പറഞ്ഞാൽ സഹിക്കാൻ വയ്യാത്ത വേദന. ഇന്ന് ഞാൻ ഒന്ന് അമ്പലത്തിലൊന്ന് പോയി അന്നേരം പോലും ഞാൻ കിടന്ന് വേദന ഒന്ന് സഹിക്കാൻ കഴിഞ്ഞപ്പോ വെള്ളം ചൂടാക്കി ഇങ്ങനെ കാല് മുക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഇത് കാണുന്നത്. സഹിക്കാൻ വയ്യാത്ത വേദന. ക്ലാസിക്കൽ സിംറ്റംസ് ആണ്. കുറേ ഇഷ്യൂസ് ഉണ്ട് ഇതിനകത്ത്. ഇപ്പോൾ ആദ്യം പറഞ്ഞത് ഫസ്റ്റ് ഒന്ന് ഈ 48 ഇയേഴ്സ്, ഇപ്പോൾ ഒരു ഏർലി ആർത്രൈറ്റിസിൻ്റെ ഒരു ഏജ് ഗ്രൂപ്പാണത്. 2 ചിരട്ട 2 തവണ തന്നെ പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബയോമെക്കാനിക്സ് വർക്ക് ചെയ്യുന്നില്ല. അതായത് ആ ചിരട്ട കറക്റ്റായിട്ട് ശരിക്കും മുട്ടിനകത്ത് മൂവ് ചെയ്യുന്നില്ല. അപ്പോൾ അത് കാരണം ചിരട്ടയിൽ നല്ല തോതിൽ മോസ്റ്റ് പ്രോബ്ലി തേയ്മാനം ഉണ്ടായിരിക്കും. അതാണ് ഈ മുട്ടിനകത്ത് നീര് വരാനും അല്ലെങ്കിൽ വേദനയുടെയും മെയിൻ കാരണം. പിന്നെ ഇതിൻ്റെ കൂടെ തൈറോയിഡിന് മരുന്ന് കഴിക്കുന്നുണ്ട്. മോസ്റ്റ് പ്രോബ്ലി ഓസ്റ്റിയോപൊറോസിസ് കാണും, എല്ലിന് ബലക്കുറവ് കാണും. അതാണ് ഈ കാൽഷ്യം ടാബ്ലറ്റ്സിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പം ആ എല്ലിന് ബലക്കുറവ് കൊണ്ടുണ്ടാകും അത് ഈ അസുഖത്തിനെ കുറച്ചുകൂടെ ഒന്ന് മൂർധന്യാവസ്ഥയിലാക്കും. അതായത് മുട്ടുവേദനയുണ്ട്, മുട്ടുവേദനയുണ്ട്, അതിൻ്റെ കൂടെ എല്ലിന് ബലക്കുറവുണ്ട്. അതാണ് ഈ കാലിൽ നീര് വരാനും കാരണങ്ങളൊക്കെ. അപ്പം എനിക്ക് തോന്നുന്നൊരു പ്രോപ്പർ ഇവാലുവേഷൻ അത്യാവശ്യമാണ്. വെറുതെ മരുന്ന് കഴിച്ചുകൊണ്ട് വന്നിട്ട് കാര്യമൊന്നുമില്ല. അത് നിങ്ങൾക്ക് പറയുന്നത് നട്ടെല്ലിന്റെ അടുത്ത് എല്ല് വെള്ളവും ചുരുങ്ങിയിട്ട് വെല്ല് വളർന്നു നിൽക്കുന്നെന്നാണ് പറയുന്നത്. അപ്പം അത് ഞാൻ പറഞ്ഞ മൾട്ടിപ്പിൾ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഡോക്ടറെ കണ്ട ഒരു പ്രോപ്പർ ഇവാലുവേഷൻ നടത്തണം. അതല്ലാതെ വെറുതെ മരുന്ന് മാത്രം കഴിച്ചുകൊണ്ടിരിക്കരുത്. അതായത് നിങ്ങളൊരു ആ മുട്ടിനെ നന്നായിട്ട് ഇവാലുവേറ്റ് ചെയ്യണം. നിങ്ങളുടെ എല്ലിന് ബലക്കുറവുണ്ടെങ്കിൽ അതിനും ഇപ്പം മരുന്നുകളൊക്കെ അവൈലബിൾ ആണ്, അത് കഴിക്കണം. നട്ടലിൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇപ്പം അത് നമുക്ക് ഏത് സ്റ്റേജിലാണെന്ന് നോക്കിയിട്ട് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇതൊക്കെ ഒരുമിച്ച് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാവുള്ളൂ. അതല്ലാതെ ഒരു മുട്ടുവേദന മാത്രമാണെന്ന് പറഞ്ഞ് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കരുത്.
അപ്പം അത് അടുത്തുള്ള നല്ലൊരു ഡോക്ടറെ കണ്ട് നിങ്ങളത് ചികിത്സിക്കുക. സാർ എവിടെ ഇരിക്കുന്നത്? ഞാൻ ട്രിവാൻഡ്രത്താണ്. ട്രിവാൻഡ്രത്ത് കോസ്മോപോളിറ്റൻ ഹോസ്പിറ്റലാണ്. കോസ്മോ ഹോസ്പിറ്റൽ. അതെ, വരികയാണെങ്കിൽ കാണാം. അത് പ്രോപ്പർ ഒരു ഇവാലുവേഷൻ ചെയ്യണം, അത് മസ്റ്റാണ്. ഞാൻ വീട്ടിൽ വന്ന കോസ്മോ അല്ലേ? അതെ. അവിടെ വന്നിട്ട് നമ്മൾ എന്താ പറയണം? നിങ്ങൾ ഡോക്ടർ ഹരീഷിനെ കാണണമെന്ന് പറഞ്ഞാൽ മതി. ദാറ്റ്സ് അബൌട്ട് ഇറ്റ്. താങ്ക് യു സർ. ഉത്തരം വ്യക്തമായി എന്ന് കരുതുന്നു. ഡോക്ടറുടെ നമ്പർ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അപ്പോയിൻമെൻറ്റോ മറ്റോ വേണമെങ്കിൽ ആ നമ്പറിൽ നമുക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. മാത്രമല്ല ചില കാര്യങ്ങൾ നമുക്ക് നേരിട്ട് തന്നെ കണ്ടാൽ മാത്രമാണ് വ്യക്തമായ ഒരു രീതിയിലുള്ള ചികിത്സാ രീതി എന്തൊക്കെയാണ്, എന്താണ് ശരിക്കുള്ള ഒരു പ്രശ്നം എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഡോക്ടറുടെ നമ്പർ സ്ക്രീനിൽ തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് വ്യക്തമായി മനസ്സിലാക്കുക. വിളിച്ചതിന് നന്ദി. വീണ്ടും വിളിക്കുക. തീർച്ചയായും പലരും ഈ ഒരു ദയനീയമായൊരു അവസ്ഥ തന്നെയാണ്. ഒരു കാൽമുട്ട് വേദന എന്നൊക്കെ പറയുന്ന വലിയൊരു പ്രശ്നങ്ങളിലേക്കൊക്കെ തന്നെയാണ് പോകുന്നത്. വളരെ ആപ്റ്റായ ഒരു ടോപ്പിക്കാണ് ഇപ്പോൾ കാണുന്നവർക്കുമൊക്കെ ആ ഒരു രീതിക്ക് സംസാരിക്കാൻ. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ ഈ ഏർലി ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞൊരു സിനാരിയോ ആണ്. അതായത് ശരിക്കും പറഞ്ഞാൽ 40 ഇയേഴ്സിൽ ഒക്കെ തന്നെ ശരിക്കും പറഞ്ഞാൽ ആർത്രൈറ്റിസ് ഭയങ്കര മോശമായിരിക്കും. അപ്പോൾ അതിന് ഈ സന്ധിവാതമുണ്ട് ചില ആൾക്കാർക്ക്. ചെറുപ്രായത്തിൽ ശരിക്കും പറഞ്ഞാൽ സന്ധിവാതം ഉണ്ടാവും. അപ്പോൾ അതിന് ബേസിക്കലി ആമവാദം എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ അതിന് മരുന്ന് കഴിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അത് കുറേ കഴിയുമ്പോഴത്തേക്ക് അത് മുട്ടിൽ ശരിക്കും പറഞ്ഞാൽ ഈ തരുണാസ്ഥി കംപ്ലീറ്റ് നശീകരണം ഉണ്ടാക്കി എല്ല് തമ്മിൽ ശരിക്കും പറഞ്ഞാൽ ഫ്രിക്ഷൻ ഫോഴ്സസ് കൂടുമ്പോഴാണ് ഈ ഏർലി ആർത്രൈറ്റിസ് എന്നുള്ളൊരു ഗ്രൂപ്പിന് നമ്മൾ കാണുന്നത്. അത് ചിലപ്പോൾ ജുവനൈൽ റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉണ്ട്. അതായത് ചെറുപ്പകാലത്ത് തന്നെ ശരിക്കും പറഞ്ഞാൽ 15 വയസ്സിൽ ആ ഒരു ഗ്രൂപ്പിൽ തുടങ്ങിയിട്ട് ഒരു 35 ഇയേഴ്സ് ആകുമ്പോഴത്തേക്ക് ജോയിൻറ്റ്സ് കംപ്ലീറ്റ് പോവുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് അല്ലാതെ വേറെ ഓപ്ഷൻസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ആണ് നമ്മൾ ഈ ഏർലി ആർത്രൈറ്റിസ് ഗ്രൂപ്പിനെ കാണുന്നത്. അപ്പം അതുകൊണ്ട് ഈ മിക്കവാറും ആൾക്കാർ നമ്മുടെ സൊസൈറ്റിയിൽ ലോട്ട് ഓഫ് ദം എല്ലാവർക്കും മുട്ടുവേദന ഒരു കോമൺ കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ അതിന് റീസൺ പ്രോബ്ലി ഈ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ബോഡി വെയ്റ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വേറെ എന്തെങ്കിലും അസുഖങ്ങളുണ്ട്. ആ അസുഖങ്ങൾ പ്രോബ്ലി ഈ ഒരു മുട്ടുവേദന പ്രസിപ്പിറ്റേറ്റ് ചെയ്യുക. പിന്നെ ലൈഫ് സ്റ്റൈൽ, ഒരു ആൾക്കാർക്കുള്ള ലൈഫ് സ്റ്റൈലാണ് പ്രോബ്ലി അത്. ചില ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ ഓഫീസ് ചിലപ്പം 2nd ഫ്ലോറിലായിരിക്കും, അല്ലെങ്കിൽ അവിടെ ലിഫ്റ്റ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവർ താമസിക്കുന്ന പ്രോബ്ലി 2nd ഫ്ലോറിലായിരിക്കും. അപ്പോൾ അങ്ങനെ ഈ പടി ഇറങ്ങി കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടൊരു സർട്ടൻ എമൗണ്ട് ഓഫ് തേയ്മാനം ആ മുട്ടിനകത്ത് ഉണ്ടാവും. ഞാനൊരു കോമൺ സിനാരിയോ ആണ് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞത്. അപ്പം ഇതൊക്കെയാണ് യൂഷ്വലായിട്ട് നമ്മൾ പ്രാക്ടീസിൽ കാണുന്നത്. നമ്മൾ കോളിന് മുൻപ് നീ ആർത്രൈറ്റിസിനെ കുറിച്ചിട്ടാണ് സംസാരിച്ചിരുന്നത്. അതിൻ്റെ ചികിത്സാ രീതികൾ സിൻവെസ് PRP ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചുമൊക്കെയാണ് നമ്മളൊന്ന് മെൻഷൻ ചെയ്തു പോയത്. അതിനെക്കുറിച്ച് തന്നെ നമുക്ക് തുടർന്നും സംസാരിക്കാം. ഈ തേർഡ് സ്റ്റേജിൽ ശരിക്കും പറഞ്ഞാൽ ഈ സിൻവെസ്ക് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഓൾമോസ്റ്റ് നമ്മുടെ സൈനോവൽ ഫ്ലൂയിഡിൻ്റെ അതേ പ്രോപ്പർട്ടീസ് ഉള്ളൊരു ഇഞ്ചക്ഷനാണ്. അത് ഒരു US ബേസ്ഡ് കമ്പനിയുടെയാണ് സിൻവെസ്ക് എന്ന് പറയുന്നത്. ഇപ്പം ഇന്ത്യൻ ബേസ്ഡ് കമ്പനീസും ഉണ്ട് ഇഷ്ടംപോലെ, ബട്ട് US ബേസ്ഡ് കമ്പനീസാണ്. അപ്പോൾ സിൻവെസ്ക് ഈസ് എ ഗുഡ് ഓപ്ഷൻ. അത് കൊടുക്കുന്നത് ഈസ് ടു ഡിലേ ദി പ്രൊസീജിയർ ബൈ സം ടൈം. അതായത് ഇത് എൻഡ് പ്രൊസീജിയർ, ഈ ഒരു അസുഖം ബേസിക്കലി എൻഡായിട്ട് ചെന്ന് അവസാനിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ ഒരു നീ റീപ്ലേസ്മെൻറ്റ്സിലൊക്കെ ആയിരിക്കും. അപ്പോൾ അതിന് മുമ്പായിട്ടൊരു സ്റ്റോപ്പ് ഗ്യാപ്പ് അറേഞ്ച്മെൻറ്റ് വഴി പുഷ് പേഷ്യൻറ്റിന് കുറച്ചുകൂടെ ടൈം ബൈ ചെയ്ത് കൊടുക്കുക. 3rd ഫേസിൽ ചില പേഷ്യൻസ് ദേ റിയലി ഇംപ്രൂവ്. മേ ബി സിൻവെസ്കൊക്കെ ചിലപ്പോൾ നമ്മൾ വർഷത്തിൽ ഒരിക്കൽ വെച്ചിട്ട് ചിലപ്പം 2-3 ഇഞ്ചക്ഷൻസ് എടുക്കുന്ന ആൾക്കാരുണ്ട്. പിന്നുള്ള ഓപ്ഷൻ ഈ PRP എന്നുള്ള ഓപ്ഷനാണ്. അത് ഒരു എവിഡൻസ് ബേസ്ഡ് ആയിട്ട് നമുക്ക് പേപ്പേഴ്സ് ഒന്നും അത്രയും കോമൺ അല്ലെങ്കിലും ബട്ട് PRP പെയിൻ കുറയ്ക്കാൻ ഭയങ്കര എഫക്റ്റീവാണ്. സോ അതൊരു സ്റ്റേജ് 3 കൊടുക്കാൻ പറ്റുന്നൊരു ട്രീറ്റ്മെൻറ്റാണ് ഇഞ്ചക്ഷൻ PRP. മുമ്പൊക്കെ ചില ആൾക്കാർ ഈ ഡയഗ്നോസ്റ്റിക് ആർത്രോസ്കോപ്പി ഒക്കെ ചെയ്തിരുന്നു. അതായത് ചെറിയ കീ ഹോൾ സർജറീസ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ മുട്ടിനകത്ത് വെച്ചിട്ട് പക്ഷേ അതിനൊന്നും ഇപ്പോൾ എവിഡൻസ് ബേസ്ഡ് ഒന്നുമില്ല. സോ അത് അങ്ങനെ വലിയ കാര്യമായിട്ട് ചെയ്യാറില്ല. പിന്നെ 4th സ്റ്റേജാണ്. 4th സ്റ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ് വെയർ എക്സ്റേക്കകത്ത് നമുക്ക് എൻഡ് സ്റ്റേജ് ഡിസീസ് നമ്മൾ പറയുന്നത്. അതായത് ആ ഡിസീസിന് ഇതിന് കൂടുതൽ പ്രോഗ്രഷൻ ഇല്ല, ഇറ്റ്സ് ഓൾമോസ്റ്റ് ഫിനിഷ്ഡ്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു 10 മിനിറ്റ് പോലും തികച്ച് നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം, ബെഡിൽ തന്നെ ഇരിക്കുക, ലൈഫ് സ്റ്റൈൽ ഭയങ്കരമായിട്ട് ഡിഫറെൻ്റായി, ആൻഡ് അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഭയങ്കരമായിട്ട് പൂവറായി. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്കാണ് ഈ നീ റീപ്ലേസ്മെൻറ്റ് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ യൂഷ്വലി ഒരു സ്റ്റേജ് 4 ഡിസീസിലാണ്. അതിനങ്ങനെ ഗ്രൂപ്പൊന്നും ഇല്ല. മുമ്പൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു 60 to 70 ഇയേഴ്സിലുള്ള ആൾക്കാരിലൊക്കെയാണ് വരുന്നത്. 80 ഇയേഴ്സുള്ള ആൾക്കാരും പ്രോസസ് അണ്ടർഗോ ചെയ്യുന്നുണ്ട്. ബട്ട് ഇപ്പോൾ യങ്സ്റ്റേഴ്സിൽ കൂടുതൽ നമ്മളത് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. മേ ബി ഒരു ഏർലി 50s, ലേറ്റ് 40s ആ ഏജ് ഗ്രൂപ്പിലും നമ്മൾ ഈ സർജറീസൊക്കെ ശരിക്കും പറഞ്ഞാൽ കോമൺ ആയിട്ട് കാണാറുണ്ട്.
നമുക്ക് ഈ ഒരു സിൻവിസ്ക് 1 ട്രീറ്റ്മെൻറ്റ് എന്നൊക്കെ പറയുന്നത് മോസ്റ്റ് കോമൺ ആണോ എന്നുള്ളൊരു കാര്യം, അതുപോലെ തന്നെ അവരുടെ ഒരു അവബോധം എന്ന് പറയുന്നത് എത്രമാത്രം ഉണ്ട്, ആ ഒരു അവയർനെസ് എന്ന് പറയുന്നത് കുറവാണ്. യു വിൽ ഹാവ് ടു ബേസിക്കലി ബീങ് എ ഡോക്ടർ, നമ്മളത് പേഷ്യൻ്റ് ഇന്നൊരു അസുഖമായിട്ട് നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ ആ അസുഖത്തിനെക്കുറിച്ചും ആ അസുഖത്തിൻ്റെ എന്താണ് ആ അസുഖം നമ്മുടെ ബോഡിയിൽ ചെയ്യുന്നതും അതിനെന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് നമുക്ക് ഓഫർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വളരെ ക്ലിയർ പിക്ചർ ആ പേഷ്യൻറ്റിന് ഒരു എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത് തന്നെ ചെയ്യണം. എന്നാൽ മാത്രമേ അവർക്ക് ആ ട്രീറ്റ്മെൻറ്റ് ശരിക്കും പറഞ്ഞാൽ എടുക്കാൻ പറ്റുള്ളൂ. വാട്ട് ലെവൽ. മുമ്പൊക്കെ ശരിക്കും പറഞ്ഞാൽ നീക്കകത്ത് സ്റ്റീറോയിഡ്സ് ഒക്കെ ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ പ്രാക്ടീസിൽ ഞാൻ അധികം ചെയ്യാറില്ല. അതൊരു താൽക്കാലിക ട്രീറ്റ്മെൻറ്റ് മാത്രമാണ്, ഒരു ഇൻഫ്ലമേറ്ററി പ്രോസസ്സിനെ ഒന്ന് കുറയ്ക്കാം. അതല്ലാതെ ബേസിക്കലി ശരിക്കും പറഞ്ഞാൽ ആ അസുഖത്തിനെ ഒന്നും അത് ട്രീറ്റ്മെൻറ്റ് ഒരു ക്യൂർ ഉണ്ടാക്കില്ല. സോ ദാറ്റ്സ് നോട്ട് ഇൻ മൈ പ്രാക്ടീസ്. സിൻവിസ്ക് ഒരു ഓൾട്ടർനേറ്റീവ് മൊഡാലിറ്റിയാണ്. ഒരു 2 കാർട്ടിലേജ് സർഫേസിന് ഇടയ്ക്ക് നമ്മൾ ഒരു ജെൽ പോലത്തെ ഒരു മെറ്റീരിയൽ, സൈനോവൽ ഫ്ലൂയിഡ് പോലത്തെ ഒരു മെറ്റീരിയൽ ഇഞ്ചെക്ട് ചെയ്യുക. അത് ഒരു വിത്തിൻ 42 ഡേയ്സ്, ഒരു 7-6 വീക്സ് ആകുമ്പോഴത്തേക്ക് ബോഡി ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ജെൽ ചെയ്ത് പോകും. ആൻഡ് ദെൻ ഐ മീൻ ഇൻ എ വേ ഞാനൊരു ലോക്കൽ ടേമിൽ പറയുകയാണെങ്കിൽ പ്രോബ്ലി നമ്മൾക്ക് ബ്യൂട്ടി പാർലറിലൊക്കെ പോകണു, ദെൻ യു പ്രോബ്ലി ഗോ ആൻഡ് എക്സാക്ട്ലി സംതിങ് ലൈക്ക് ദാറ്റ്, ഒരു സ്റ്റേജ് നമ്മളൊന്ന് കുറച്ച് കൊണ്ടുവരാം. ബട്ട് PRP കുറച്ചുകൂടെ സയൻറ്റിഫിക് ആണ്. ബട്ട് അതിനൊരു എവിഡൻസ് ബേസ്ഡ് ആയിട്ട്, അതായത് അസുഖത്തിനെ കംപ്ലീറ്റ് ആയിട്ട് ബാക്കിലേക്ക് തിരിച്ച് പഴയതുപോലെ ആക്കും എന്നുള്ള എവിഡൻസ് ബേസ്ഡ് മെഡിസിൻസ് ഒന്നുമില്ല. ബട്ട് പെയിൻ കുറയ്ക്കാൻ എഫക്റ്റീവ്. ബെറ്ററാണ്. ഓക്കെ, നമ്മൾ ഈ ആർത്രൈറ്റിസിൽ പൊതുവെ ഏതായിരിക്കും ബെറ്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് ഇഞ്ചെക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത് എന്ത് ആയിരിക്കും? സിൻവിസ്ക് തന്നെയാണോ വരുന്നത്? സിൻവിസ്ക് നല്ലതാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു പേഷ്യൻറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്ത് അത് ഏത് സ്റ്റേജ് ഓഫ് ഡിസീസ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ ട്രീറ്റ്മെൻറ്റ് ഓഫർ ചെയ്യാൻ. അപ്പോൾ അത് സിൻവിസ്ക് ആണെങ്കിൽ സിൻവിസ്ക് ഏർലി സ്റ്റേജ് ടു ലേറ്റ് സ്റ്റേജ് ടു ഏർലി സ്റ്റേജ് 3 സിൻവിസ്ക് ഭയങ്കര എഫക്റ്റീവാണ്. ലേറ്റ് ആയിട്ടുള്ള സ്റ്റേജ് 3 ശരിക്കും പറഞ്ഞാൽ സിൻവിസ്ക് അത്ര എഫക്റ്റീവ് അല്ല. സോ അത് നമ്മൾ കറക്റ്റായിട്ട് പേഷ്യൻറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്ത് അയാളുടെ ഹിസ്റ്ററി എടുത്ത് അറ്റ് വാട്ട് ലെവൽ എന്തൊക്കെ ആക്ടിവിറ്റീസാണ് റെസ്ട്രിക്ഷൻസ് ഒന്നും മനസ്സിലാക്കി നമ്മൾ ആ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ഇൻസ്റ്റിഗേറ്റ് ചെയ്യണം, കൊടുക്കേണ്ടി വരും. കാൽമുട്ട് വേദനയുടെ ആ ഒരു ചികിത്സാ രീതി എന്നതിനപ്പുറം ഒരു പെയിൻ റിലീഫാണ് പലരും കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത്. ആ ഒരു വേദന എങ്ങനെയെങ്കിലും ഒന്ന് കുറഞ്ഞാൽ മതി എന്ന് പറയും. അപ്പോൾ അത്തരത്തിലുള്ള പെയിൻ റിലീഫ് ആയിട്ടുള്ള നമുക്ക് എന്തൊക്കെ മോഡ്സ് ആണ് സ്വീകരിക്കാൻ പറ്റുക? പെയിൻ കില്ലേഴ്സ് ആയിട്ട് ഇഷ്ടംപോലെ മൊഡാലിറ്റീസ് അവൈലബിൾ ആണ്. ടാബ്ലറ്റ് ഫോമാറ്റിലാണെങ്കിലും ഇഞ്ചക്ഷൻ ഫോമാറ്റിലാണെങ്കിലും ഓരോ പെയിൻ കില്ലറിനും ഓരോ മോഡ് ഓഫ് രീതിയുണ്ട് പെയിൻ കുറയ്ക്കാൻ എന്ന രീതിയിൽ. അപ്പോൾ ചിലത് സെൻട്രൽ ആക്ടിങ് ആയിരിക്കും. ആൻഡ് അപ്പം അങ്ങനെ വരുമ്പോൾ അത് ഐ ബിലീവ് നമ്മൾ എപ്പോഴും പെയിൻ കില്ലേഴ്സ് എടുത്തുകൊണ്ടിരിക്കാൻ പറ്റില്ല. ബിക്കോസ് ഫൈനലി ദർ ഇസ് സംതിങ് കോൾഡ് എസ് റീനൽ ക്ലിയറൻസ്. അപ്പം ചില പേഷ്യൻസിൽ ശരിക്കും പറഞ്ഞാൽ അത് എടുത്ത് കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് യു സ്ലോലി ഹാവ് ക്രിയാറ്റിൻ ലെവൽസ് ഒക്കെ ചെറുതായിട്ട് കൂടുക. അപ്പോൾ അതൊരു ശാശ്വതമായ ട്രീറ്റ്മെൻ്റ് ഒന്നും അല്ല. ഫോർ എ ഷോർട്ടർ ഡ്യൂറേഷൻ ഒരു അക്യൂട്ട് സ്റ്റേജിൽ പേഷ്യൻറ്റ് ഭയങ്കര പെയിനായിട്ട് നിൽക്കുന്ന സമയത്ത് 2 ആഴ്ചത്തേക്ക് നമ്മളൊരു മെഡിസിൻ കൊടുക്കുക. പക്ഷേ ലോങ് ടേം പെയിൻ കില്ലിങ് മെഡിസിൻസ് ഒന്നും നമുക്ക് ശരിക്കും പറഞ്ഞാൽ കൊടുക്കാൻ പറ്റില്ല. ബിക്കോസ് അതിന് വേറെ സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ട്. സോ അതൊക്കെ നമ്മൾ പേഷ്യൻറ്റിനെ കൺവിൻസ് ചെയ്ത് സംസാരിച്ചാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഈ കാൽമുട്ട് വേദന എന്ന് പറയുന്നത് പലപ്പോഴും മറ്റെന്തെങ്കിലും രോഗത്തിൻ്റെ ഒരു ലക്ഷണമായിട്ട് കടന്നു വരാറുണ്ടോ? അതോ ഞാൻ അതാണ് നേരത്തെ പറഞ്ഞത്, ഈ മിക്കവാറുള്ള ഈ വാദസംബന്ധമായ അസുഖങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഈ വാദം ശരിക്കും പറഞ്ഞാൽ ആമവാദം എന്ന് പറയുന്നത് ഈ മുട്ട് അല്ലെങ്കിൽ വേറെ ഏതൊരു ജോയിൻറ്റിൻ്റെയും സൈനോവിയം എന്ന് പറഞ്ഞ സ്ട്രക്ചർ ഉണ്ട്, ജോയിൻറ്റ് കവർ ചെയ്യുന്നൊരു സ്ട്രക്ചർ, അതിനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. അപ്പം അത് നമ്മൾ നേരത്തെ കാലത്തും കണ്ട് ട്രീറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് എടുത്ത് അസുഖത്തിനെ കണ്ട് കൺട്രോളിൽ വച്ചില്ലെങ്കിൽ അത് ഈ ജോയിൻസിനെയൊക്കെ ഡാമേജ് ചെയ്യും. അത് ഹിപ്പ് ആണെങ്കിലും ശരി, അത് നീ ആണെങ്കിലും ശരി, ഏത് ജോയിൻറ്റ്, ഷോൾഡർ ജോയിൻ്റ് ആണെങ്കിലും ഏതാണെങ്കിലും. സോ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദി ഡിസീസ് ഇസ് എ പ്രൈമറി പ്രയോറിറ്റി. നമുക്ക് ഒരു പേഷ്യൻറ്റ് വരുമ്പോൾ നമ്മളൊരു ഡീറ്റെയിൽ ഹിസ്റ്ററി എടുത്ത് നമുക്ക് ഏത് അസുഖമാണ് എവിടെയാണ് സ്ലോട്ട് ചെയ്ത് മനസ്സിലാക്കി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് എക്സ്റേസ് എടുത്ത് സ്റ്റേജ് ചെയ്ത് മനസ്സിലാക്കി പേഷ്യൻറ്റിന് അതായത് ട്രീറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ടു സർട്ടൻ എക്സ്റ്റെൻറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രോഗ്രഷൻ ശരിക്കും പറഞ്ഞാൽ കുറയ്ക്കാൻ പറ്റും. യു ക്യാൻ സ്റ്റോപ്പ് ദ പ്രോസസ്സ് നിർത്താൻ പറ്റില്ല, പക്ഷേ അതിൻ്റെ ഒരു റാപ്പിഡ് സ്പീഡിനെയൊക്കെ നമുക്ക് കുറേയൊക്കെ അണ്ടർ കൺട്രോൾ വയ്ക്കാൻ പറ്റും. നമ്മൾ ഈ പറഞ്ഞതുപോലെ സ്ത്രീകളിലാണ് പൊതുവെ മുട്ട് തേയ്മാനവും അതുപോലെ ഓസ്റ്റിയോപൊറോസിസ് പോലുള്ള അവസ്ഥ കൂടുതലായി കണ്ടുവരുന്നത്. അപ്പോൾ അതിനുള്ള പ്രത്യേക കാരണങ്ങളും ഉണ്ട് എന്നുള്ള രീതിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്കിലും ഒരു പരിധി വരെ അത് കുറയ്ക്കാനും അവർ കരുതേണ്ട ഒരു മുൻകരുതലുകൾ എന്തൊക്കെയായിരിക്കും എന്നത് ഇപ്പം കുറച്ചുകൂടെ അവയർനെസ് കുറച്ച് കൂടുതലാണ് എമംഗ് ദി LED പോപ്പുലേഷൻ ഓൾസോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒന്ന് റെഗുലറായിട്ട് അവരുടെ ഇടയിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ ജിമ്മിങ് ആക്ടിവിറ്റീസ് ഉണ്ട്, റെഗുലർ ജിം മൂവ്മെൻറ്റ്സ് ഉണ്ട്, ദേ ഗോ എക്സസൈസിങ് ചെയ്യുന്നുണ്ട്.
സോ ബോഡി മാസ് ഇൻഡെക്സ് ഒന്ന് കുറയ്ക്കുന്നുണ്ട് സോ ദാറ്റ്സ് ആക്ച്വലി എ ഗുഡ് സൈൻ ബിക്കോസ് അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ആ ഒരു സർട്ടൻ എമൗണ്ട് ഓഫ് അവയർനെസ് സൊസൈറ്റിയിൽ ബേസിക്കലി വന്നു തുടങ്ങിയിട്ടുണ്ട്. അതായത് ഇത് വെയിറ്റ് കൂടിക്കഴിഞ്ഞാൽ എനിക്ക് നാളെ മുട്ടുവേദനയായിട്ട് പ്രോബ്ലി ഇഷ്യൂസൊക്കെ വരാം. ആൻഡ് കുറച്ചുകൂടെ ആൾക്കാരിപ്പം ഒരു ലൈക്ക് യു സെഡ് ഹെൽത്തി കേരള അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റിലേക്കാണ് നീങ്ങുന്നത്. അതായത് കുറച്ചുകൂടെ ആരോഗ്യം നന്നായിട്ടിരിക്കണം, ആൻഡ് ദെൻ യു നീഡ് ടു മെയിൻറ്റെയിൻ എ ഗുഡ് ഷേപ്പ്, അത് കറക്റ്റ് ഫുഡ് ഹാബിറ്റ്സ് കറക്റ്റായിട്ട് എടുക്കണം, അല്ലെങ്കിൽ എക്സസൈസ് റെഗുലറായിട്ട് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ ഫോളോ ചെയ്യുന്നതുകൊണ്ട് പ്രോബ്ലി ഇൻ ദ ഫ്യൂച്ചർ വി എക്സ്പെക്ട് ദാറ്റ് ഈ ഇൻസിഡൻസ് ഒക്കെ കുറച്ച് കുറഞ്ഞ് വരും. ആൻഡ് നമ്മളിപ്പോൾ കാണുന്ന ഒരു ഏർലി ഒരു 40s അല്ലെങ്കിൽ 50s കാണുന്ന ഒരു പേഷ്യൻസിനൊക്കെ മേ ബി ഒരു 60s or 70s കാണുള്ളൂ. ദാറ്റ്സ് വാട്ട് വി എക്സ്പെക്ട്. ഒരു കാൽസ്യം റിച്ച് ആയിട്ടുള്ള ഒരു ഡയറ്റും ഒക്കെ ഫോളോ ചെയ്യുക എന്ന് പറയുന്നത്. കാൽഷ്യം റിച്ച് ഡയറ്റ് നോർമലി ഒരു ബോൺ എന്ന രീതിയിൽ ടു ഇംപ്രൂവ് ബോൺ ക്വാളിറ്റി ഇറ്റ് ഇസ് ഓക്കെ. ബട്ട് കാർട്ടിലേജിന് അത് പോരാ. കാർട്ടിലേജ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു നോർമൽ നമ്മൾ വണ്ടി വാങ്ങിക്കുമ്പോൾ ടയറൊക്കെ പുതിയല്ലേ, അപ്പോൾ ഓടി കഴിയുമ്പോഴത്തേക്ക് ചെറിയെടുത്തേയില്ലേ, അതുപോലെ തന്നെ. അപ്പം അത് നോർമൽ പ്രോസസ്സ് എന്ന രീതിയിൽ തന്നെ ഒരാൾ നടക്കുമ്പോൾ അയാളുടെ നോർമൽ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ ഒരു സർട്ടൻ എമൗണ്ട് ഓഫ് ഡീജനറേഷൻ ഇസ് ദെയർ. പക്ഷെ അതിനെ എക്സലറേറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ് ഞാൻ നേരത്തെ ഈ പറഞ്ഞത്. അപ്പോൾ ആ ആക്സലറേഷൻ ഫാക്ടേഴ്സിനെ നമ്മൾ നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്ത് കുറേയൊക്കെ ഒന്ന് മാനേജ് ചെയ്ത് പോവുകയാണെങ്കിൽ യു ക്യാൻ മാനേജ്. നമുക്ക് ഈ ഒരു PRP ട്രീറ്റ്മെൻറ്റ് അഥവാ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാമെന്ന് തോന്നുന്നു. അത് ശരിക്കും പറഞ്ഞാൽ ഈ നമ്മുടെ സ്വന്തം ബ്ലഡ്, ആർട്ടിക്കൽ ബ്ലഡ് അല്ലെങ്കിൽ വീനസ് ബ്ലഡ് നമ്മൾ ആസ്പിറേറ്റ് ചെയ്തിട്ട് നമ്മളൊരു മെഷീനകത്തിട്ട് അതിനകത്തുനിന്ന് പ്ലേറ്റ്ലെറ്റ് ഡ്രൈവ് ഔട്ട് ചെയ്യുന്നതാണ് നമ്മുടെ സ്വന്തം ബ്ലഡ്. അപ്പോൾ അതിനകത്ത് ഇഷ്ടംപോലെ ഗ്രോത്ത് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ഗ്രോത്ത് ഫാക്ടേഴ്സ് ആണ് ചെന്നിട്ട് ശരിക്കും പറഞ്ഞാൽ കുറേയൊക്കെ ഹീലിംഗ് ഉണ്ടാക്കുന്നത്. അത് യൂഷ്വലി ഒരു മസിൽ ടെൻഡൻ ഇഞ്ചുറി, അതായത് മസിലും ടെൻഡനും കൂടെ ബോണിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന ഒരു സ്ഥലത്തുള്ള ഇഞ്ചുറിയിലാണ് കുറച്ചുകൂടെ എഫക്റ്റീവ്. മുട്ടിനകത്തും അതിനെക്കുറിച്ച് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് കൂടുതലും ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഈ പെയിൻ ഫാക്ടേഴ്സിനെ കുറയ്ക്കുന്ന രീതിയിലും കാര്യങ്ങളൊക്കെ ഉള്ള സംഭവമൊക്കെയാണ്. കുറച്ചൊരു സർട്ടൻ എമൗണ്ട് ഓഫ് ഫീലിംഗ് ഒക്കെ ഉണ്ടാക്കാം. പക്ഷേ ദെൻ ഒരു 100% എവിഡൻസ് ആയിട്ട് ഇത് തേയ്മാനത്തിനൊരു ട്രീറ്റ്മെൻറ്റ് ആണെന്ന് പറഞ്ഞ് നമുക്കത് പറയാൻ പറ്റില്ല. കാരണം അതിനുള്ള പേപ്പേഴ്സ് ഒന്നും പ്രോബ്ലി വന്നിട്ടില്ല. ഇറ്റ്സ് പ്രോബ്ലി സ്റ്റാർട്ടിങ് ടു കം ഔട്ട്. മേ ബി ഒരു 10 years ഡൗൺ ദ ലൈൻ തിങ്സ് വിൽ ബി ഡിഫറെൻറ്റ്. ബട്ട് ആസ് ഓഫ് നൗ നമ്മൾ എപ്പോഴും എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ കൺസിഡർ ചെയ്തിട്ടാണ് മുമ്പോട്ട് നീങ്ങുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പം തൽക്കാലം പെയിനൊരു സർട്ടൻ എമൗണ്ട് ഓഫ് ശമനം ഉണ്ടാവും. ചില ആൾക്കാർ ഒരു ഷോട്ട് ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട്, ചില ആൾക്കാർ 2 എണ്ണം, ചിലത് 3 എണ്ണം. ബട്ട് എനിക്കിത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെടുത്തുകൊണ്ട് ബേസിക്കലി ശരിക്കും നമ്മുടെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ മുട്ടിനകത്തുള്ള തേയ്മാനം ഒരിക്കലും കുറയൊന്നുമില്ല. അത് ആ ഒരു പ്രോസസ്സിനെ മേ ബി ഒന്ന് ഹോൾട്ട് ചെയ്യാം, അല്ലെങ്കിൽ ആ പ്രോസസ്സിൻ്റെ പെയിൻ ഒന്ന് കുറച്ച് കുറയ്ക്കാം. ആൻഡ് ദാറ്റ്സ് അബൌട്ട് ഇറ്റ്. റിലീഫാണ്. അതിനുപരിയായിട്ട് കൂടുതൽ എക്സ്പെക്റ്റേഷൻസ് വെക്കരുത്. ബിക്കോസ് അതിന് മാത്രമുള്ള ഒരു എവിഡൻസ് കാണിക്കത്തക്ക രീതിയിലുള്ള ലിറ്ററേച്ചർ ഒന്നും നമ്മുടെ ഇപ്പോൾ ഇല്ല. സോ ഇറ്റ്സ് സംതിങ് വിച്ച് ഇസ് ജസ്റ്റ് കമ്മിങ് അപ്പ് ആൻഡ് കുറച്ച് പോസിറ്റീവ്സ് ആയിട്ടുള്ള സൈൻസ് ഒക്കെ ഉണ്ട്. ബട്ട് ദെൻ ഒരു 100% ട്രീറ്റ്മെൻറ്റ് ആണെന്ന് പറയത്തക്ക രീതിയിലുണ്ടോ പറ്റില്ല. ഓക്കെ, നമുക്കൊരു വാട്സപ്പ് മെസ്സേജ് ഉണ്ട്. പത്തനംതിട്ടയിൽ നിന്ന് രേവതിയാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ആക്ച്വലി രാവിലെ എഴുന്നേൽക്കുമ്പോഴും ഒരു കാൽമുട്ട് വേദന, രാത്രിയിൽ കിടക്കാൻ പോകുമ്പോഴും അതുപോലെ തന്നെ കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. ഇൻ ബിറ്റ്വീൻ വലിയ കുഴപ്പമില്ലാണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ രാവിലെ എഴുന്നേൽക്കുമ്പോഴൊക്കെ വേദനയാണ്. ഒരു 35-40 ആ ഒരു ഇതാണ്. ഓക്കെ, ഈ നമ്മൾ എല്ലാ മുട്ടുവേദനയും ബേസിക്കലി ശരിക്കും പറഞ്ഞാൽ ഈ സന്ധിയിലേക്ക് കൊണ്ടുവയ്ക്കരുത്. ഇറ്റ് ഡസൻ ഹാപ്പൻ ലൈക്ക് ദാറ്റ്. ഈ ആർത്രൈറ്റിസിൻ്റെ ഇഷ്യൂ ഒന്നും അല്ല. ചില സമയത്ത് നമ്മുടെ മസിൽസ് പ്രോബബ്ലി ഡു നോട്ട് ഫങ്ഷൻ റിയലി വെൽ. അപ്പം നോർമലായിട്ട് നമ്മുടെ മസിൽസ് മുട്ടിൻ്റെ ചുറ്റുവട്ടത്തുള്ള കുറേ മസിൽസ് ഉണ്ട്, ക്വാഡ്രിസെപ്സ് ഉണ്ട്, ഹാംസ്ട്രിങ്സ് ഉണ്ട്. അപ്പോൾ അവർക്ക് ഒരു നല്ലൊരു സിങ്കിൽ വർക്ക് ചെയ്താൽ മാത്രമേ ആ മുട്ടിന് കുറച്ചുകൂടി ഒരു എഫേർട്ടായിട്ടുള്ള എഫക്റ്റീവായിട്ട് നോർമൽ റേഞ്ച് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനകത്തുള്ളൊരു മിസ്കാൽക്കുലേഷൻ അല്ലെങ്കിൽ ആ മുട്ടിന് ശരിക്കും ചില മസിൽസ് വീക്ക് ആവുക, ചിലത് സ്ട്രോങ് ആവുക. അപ്പം അവർ ചെയ്യുന്ന ആക്ടിവിറ്റി അനുസരിച്ച് ബേസിക്കലി ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഒരു ക്വാഡ്രിസെപ്സ് എന്ന് പറഞ്ഞ മസിലുണ്ട്, അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മസിൽ നമ്മൾ പറയുന്നത്, മുട്ടിൻ്റെ മുമ്പിലുള്ള. ആ മസിലിൻ്റെ ആക്ടിവിറ്റി അത്ര സ്ട്രോങ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലി അതിനേക്കാളും കൂടുതൽ സ്ട്രെയിൻ ഉള്ളതാണെങ്കിൽ ക്വാഡ് സ്ട്രെയിൻ അടിക്കും. ക്വാഡ് സ്ട്രെയിൻ അടിക്കുമ്പോൾ ഉറപ്പായിട്ട് നമുക്ക് മുട്ടിന് വേദന വരാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. പക്ഷേ അത് നമുക്ക് ഒരിക്കലും സന്ധിവാദമായിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അല്ലെങ്കിൽ മുട്ടുവാദമായിട്ട് ശരിക്കും പറഞ്ഞാൽ യോജിക്കാൻ പറ്റില്ല. ഇറ്റ്സ് ആ മസിലിൻ്റെ ഒരു ഇംബാലൻസ് കാരണം ഉണ്ടാവുന്ന മുട്ടുവേദനയാണ്. ചില ആൾക്കാർ ചിരട്ടയിൽ പെയിനൊക്കെ പറയും, രാവിലെ എണീറ്റ് കഴിക്കാൻ. എക്സാക്ട്ലി, അതൊക്കെ വരുന്ന ഈ മസിലിൻ്റെ ഒരു ഇൻസഫിഷ്യൻസി കാരണമാണ്. പ്രോബ്ലി എ ഗുഡ് എക്സസൈസ് പാറ്റേൺ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ദേ വിൽ ഡെഫിനറ്റ്ലി ഇംപ്രൂവ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എല്ലാം നമുക്ക് ആ ഒരു ആർത്രൈറ്റിസിൻ്റെ കണ്ടീഷനാണ് പറയാൻ പറ്റില്ല. യു കനോട്ട്. അതുതന്നെ ശരിക്കും പറഞ്ഞാൽ യു വിൽ ഹാവ് ടു മീറ്റ് എ ഡോക്ടർ ആൻഡ് ദെൻ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞ് എവിടെയാണ് പ്രോബ്ലം,
പ്രോബ്ലി ഹിസ്റ്ററി കേട്ട് ദെൻ ഐഡൻറ്റിഫൈ അത് കഴിഞ്ഞൊരു ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക, ദെൻ യു അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ഓക്കെ ദിസ് ഇസ് വെയർ ദി ഇഷ്യൂ ലൈസ്. ഓക്കെ. അതുപോലെ തന്നെ ഈ അഡോളസെൻ്റ് ഏജിലൊക്കെ ഉള്ള കുട്ടികൾ ഒരുപാട് സൈക്ലിംഗ് ഒക്കെ ചെയ്യാറുണ്ട്. നമുക്ക് ആ ഒരു ക്വസ്റ്റ്യനും കൂടി വന്നിട്ടുണ്ട്. ആലപ്പുഴയിൽ നിന്ന് നീനുവാണ് ചോദിച്ചിരിക്കുന്നത്. ഒരുപാട് സൈക്ലിംഗ് ഒക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു തേയ്മാനമൊക്കെ അങ്ങനെയാണെങ്കിൽ വരാൻ ചാൻസ് ആണോ? നോ, ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ സൈക്ലിംഗ് ഒരു നോൺ ലോഡിങ് എക്സസൈസാണ്. നമ്മുടെ മുട്ട് ലോഡ് ചെയ്യുന്നില്ല. മൾട്ടിപ്പിൾ നമ്പർ ഓഫ് സൈക്കിൾസ് ആണ് ശരിക്കും പറഞ്ഞാൽ. സോ ഇറ്റ്സ് ഗുഡ് ഫോർ യുവർ ക്വാഡ്സ്, നമ്മുടെ മസിൽസിനൊക്കെ ഭയങ്കര നല്ലതാണ്. വേറസ് റണ്ണിങ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം, റണ്ണേഴ്സിൽ യു സ്റ്റാർട്ട് റണ്ണിങ് ഫ്രം ദി ഏജ് ഓഫ് 15 ആൻഡ് ദെൻ ഒരു 45 years 50 years ആകുമ്പോഴത്തേക്കും അതൊരു ലോഡിങ് എക്സസൈസാണ്. അത് കഴിയുമ്പോൾ പ്രോബ്ലി 50 years കഴിയുമ്പോൾ ഞാൻ എൻ്റെ പ്രാക്ടീസിൽ കാണുന്നുണ്ട്, എനിക്കിപ്പം ഓടാൻ പറ്റുന്നില്ല, മുട്ടുവേദനയാണ് കൂടുതൽ. അപ്പോൾ നമ്മൾ എക്സ്റേ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് ചെറിയ തോതിൽ ചേഞ്ചസും കാര്യങ്ങളൊക്കെ വന്ന് കാണും. സോ ദാറ്റ്സ് എ ലോഡിങ് എക്സസൈസ്. സ്വിമ്മിങ് ഒരു നോൺ ലോഡിങ് എക്സസൈസാണ്. മുട്ടുകാല് മാത്രമേ നമ്മൾ അടിക്കുന്നുള്ളൂ ഫ്രീ സ്റ്റൈൽ സ്വിമ്മിങ് ആണെങ്കിൽ. സോ ദാറ്റ്സ് വെരി ഗുഡ് ഫോർ മസിൽ ടെൻഡൻ യൂണിറ്റ്. സോ ദാറ്റ്സ് അനദർ ഗുഡ് എക്സസൈസ് ഫോർ ഓസ്റ്റിയോആർത്രൈറ്റിസ് അല്ലെങ്കിൽ വരാതിരിക്കാൻ യങ്സ്റ്റേഴ്സിൽ ബേസിൽ. അപ്പോൾ ഞാൻ പറഞ്ഞത് ലോഡിങ് എക്സസൈസ് കൂടുതൽ ചെയ്യുന്ന ആൾക്കാരാണ്, പ്രത്യേകിച്ച് കോൺടാക്ട് സ്പോർട്ട് കളിക്കുന്ന ആൾക്കാർ. ഇപ്പം ഫുട്ബോളൊക്കെ കൂടുതൽ കളിക്കുന്ന ആൾക്കാർ, ദേ സേ വൺസ് എ ഫുട്ബോളർ ഓൾവേസ് എ ഫുട്ബോളർ. 15 years 10 years തൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് പാഷൻ ഗോസ് അപ്പ് ടു 35 45 50 years 50 വയസ്സ് കഴിയുമ്പം മുട്ടുവേദനയായിട്ട് വന്നിട്ടും പറയുന്നത് ഡോക്ടറെ എനിക്ക് എങ്ങനെയെങ്കിലും ഫുട്ബോൾ കളിക്കണമെന്ന് പറഞ്ഞത്. പക്ഷെ നമ്മൾ എക്സ്റേ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ കുറേ ചേഞ്ചസും കാണുന്നുണ്ട്. അത് ഇറ്റ്സ് എ ലോഡിങ് യൂണിറ്റ്. ഒരു ഓടുന്നുണ്ട്, ചാടുന്നുണ്ട്, മുകളിൽ ഹൈറ്റിൽ ജമ്പ് ചെയ്യുന്നുണ്ട്. സെയിം വിത്ത് ബാസ്കറ്റ് ബോളോ വോളിബോൾ. റിവേഴ്സ് ചെയ്യാനായിട്ട് എന്തെങ്കിലും പോസിബിലിറ്റീസ് ഉണ്ടോ? ഞാൻ അതിനെ പറഞ്ഞത് ഇതുവരെ ശരിക്കും പറഞ്ഞാലൊരു ആപ്റ്റ് ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ മെത്തേഡ് വെയർ ആർത്രൈറ്റിസ് ക്യാൻ ബി റിവേഴ്സ്ഡ് എന്ന രീതിയിൽ ഇപ്പം ഇറ്റ്സ് നോട്ട് ദെയർ. മേ ബി നോട്ട് ഇൻ ദിസ് ജനറേഷൻ, മേ ബി ഇൻ സം ടൈം ഇൻ ദ നെക്സ്റ്റ് ജനറേഷൻ. ഏർലി ചേഞ്ചസ് എന്ന രീതിയിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ചില ആൾക്കാർക്ക് കളിക്കുമ്പോൾ ഇഞ്ചുറി വരുമ്പോൾ ഫോക്കൽ കാർട്ടിലേജ് ഡാമേജ് ഒക്കെ ഉണ്ട്. ഫോക്കൽ കാർട്ടിലേജ് എന്ന് വെച്ചാൽ ഒരു ഏരിയയിൽ മാത്രം ആ കാർട്ടിലേജിന് ഇഞ്ചുറി വരാം. അത് കാരണം അവർക്ക് ബുദ്ധിമുട്ട് വരാം. യൂഷ്വലി നമ്മൾ കാണുന്ന ഒരു 30 to 35 yearsലൊക്കെ ഉള്ള ഗ്രൂപ്പ്, ഓർ 25 to 35, അതിന് ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണ്. അതിന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കാർട്ടിലേജ് റീജനറേഷൻ എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്. അത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ BMAC എന്നൊക്കെ പറഞ്ഞിട്ട് ആ ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ കാർട്ടിലേജ് ഡെഫിനറ്റ്ലി അതിന് എവിഡൻസ് ബേസ്ഡ് ആണ്. കാർട്ടിലേജ് റീഗ്രോത്ത് ഉണ്ടാവുന്നുണ്ട്. പക്ഷേ അതൊരു വൈഡ് സ്പ്രെഡ് ഏരിയയിൽ പറ്റില്ല. ഒരു ഫോക്കൽ ഏരിയയിൽ, ഒരു ഏരിയയിൽ മാത്രം കാർട്ടിലേജ് പോവുകയാണെങ്കിൽ അതിന് കുറച്ച് സൈസും ഡയമെൻഷൻസ് ഒക്കെ ഉണ്ട്. അത് പോവുകയാണെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ഇസ് അവൈലബിൾ, വാലിഡ് എവിഡൻസ് ബേസ്ഡ്. അപ്പോൾ അത് നമ്മൾ BMAC അങ്ങനെ കുറേ ഉണ്ട്, റീഗ്രോ അങ്ങനെ. അത് കൂടുതലും ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കാർട്ടിലേജിൻ്റെ ബേസിക് ആയിട്ടുള്ള എവിടെയാണ് ഇഞ്ചുറി പറ്റിയിരിക്കുന്നത് അവിടെ നിന്ന് കാർട്ടിലേജിൻ്റെ ഒരു സ്പെസിമെൻ നമ്മൾ എടുത്തിട്ട് നമ്മളത് ലാബിൽ അയച്ച് വിതിൻ 3 weeks കൊണ്ട് അവരവിടെ കാർട്ടിലേജിനെ റീഗ്രോ ചെയ്യും ത്രൂ എ മീഡിയം. ആ മീഡിയം നമ്മൾ തിരിച്ച് കൊണ്ടുവന്ന് നമ്മൾ ഈ കാർട്ടിലേജിൻ്റെ ഡിഫക്റ്റിൻ്റെ ഏരിയയിൽ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് ലൈക്ക് അപ്ലൈങ് നമ്മൾ പെയിൻറ്റ് കൊണ്ട് പെയിൻ്റ് എടുത്ത് നമ്മൾ വാളിൽ ബ്രഷ് കൊണ്ട് പെയിൻറ്റ് ചെയ്യുന്നില്ല, അതുപോലെ തന്നെ യു കവർ ദി ഡിഫക്റ്റ് ഓഫ്. ആ ഡിഫക്റ്റ് കവർ ചെയ്യുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ അവിടെ കാർട്ടിലേജ് റീജനറേഷൻ, നമ്മുടെ സ്വന്തം കാർട്ടിലേജ് തന്നെ നമ്മൾ ലാബിൽ അയച്ചിട്ട് റീഗ്രോ ചെയ്ത് തിരിച്ച് വന്ന് അപ്ലൈ ചെയ്യുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ അത് എവിഡൻസ് ബേസ്ഡ് ആയിട്ട് റിസൾട്ട്സ് ഭയങ്കര നല്ലതാണ്. വളരെയധികം നമുക്ക് കാണുന്നുണ്ട്. നമ്മൾ കുറച്ച് കോസ്റ്റ് ഇൻവോൾവ് ആണ്, ബട്ട് ട്രീറ്റ്മെൻറ്റ് ഇസ് ഗുഡ്. ട്രീറ്റ്മെൻറ്റ് ഇസ് ഗുഡ്. അതിന് എവിഡൻസ് ബേസ്ഡ് ഉണ്ട്. അതായത് കാർട്ടിലേജ് റീഗ്രോ ചെയ്യുന്നുണ്ട്. ആൻഡ് എ ലോട്ട് ഓഫ് പീപ്പിൾ ഹാവ് ഗോൺ ബാക്ക് ടു പ്ലേയിങ് ഗെയിംസ് ആൻഡ് കൈൻഡ് ഓഫ് തിങ്. പക്ഷേ അത് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഒരു 25 to 35 yearsനകത്ത് ഇറ്റ്സ് അവൈലബിൾ. സോ പ്രോബ്ലി ഒരു couple of years കഴിയുമ്പോൾ മേ ബി ഈ ഒരു വലിയ ഗ്ലോബൽ ലീഷനെയും ഇറ്റ്സ് പോസിബിൾ ദാറ്റ് കാർട്ടിലേജ് ക്യാൻ റീജനറേറ്റ് ഇൻ കൈൻഡ് ഓഫ് തിങ്. ബട്ട് ആസ് ഓഫ് നൗ ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ ചെറിയൊരു ഫോക്കൽ കാർട്ടിലേജ് ലീഷനകത്ത് ട്രീറ്റ്മെൻറ്റ്സ് അവൈലബിൾ ആണ്. നമുക്കൊരു വാട്സപ്പ് മെസ്സേജ് കൂടി വന്നിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ചന്ദ്രലേഖയാണ് ചോദിച്ചിരിക്കുന്നത്. ഡോക്ടർ, ആർത്തവ വിരാമത്തിന് ശേഷം ഒരുപാട് ഒബേസിറ്റി ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷമാണ് ഈ ഒരു കാൽമുട്ട് വേദനയും പ്രശ്നങ്ങളും ഒക്കെ വരാൻ തുടങ്ങിയത്. അപ്പോൾ അത് മാറാനായിട്ട് പറ്റുമോ? അതും ആർത്രൈറ്റിസിൻ്റെ ലക്ഷണമാണോ? ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ പീപ്പിൾ ആർ വെരി അവെയർ. യൂഷ്വലി ഒരു 45 years കഴിയുമ്പോൾ, മെനോപോസ് കഴിയുമ്പോൾ യു ടെൻ ടു ഹാവ് എ ഹോർമോണൽ ചേഞ്ച്. ബോഡിക്ക് അത്ര ഹോർമോണൽ ചേഞ്ച് ഒക്കെ ഉണ്ടാവും. ആ ഹോർമോണൽ ചേഞ്ച് വന്നു കഴിയുമ്പോഴത്തേക്ക് കുറച്ച് ആൾക്കാർ പ്രോബ്ലി ദേ പുട്ട് ഓൺ വെയിറ്റ്, ചില ആൾക്കാർക്ക് തൈറോയിഡിന് ഇഷ്യൂസ്, മെറ്റബോളിസത്തിലൊരു ചേഞ്ച് വരുന്നതാണ്.
അപ്പം ആ സമയത്ത് യു ഹാവ് ടു മാനേജ്. ചില ആൾക്കാർ യോഗ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഇത് ഈ യോഗയൊക്കെ ചെയ്ത് കീപ് ദംസെൽസ് ഫിറ്റ്. ചില ആൾക്കാർ ജിംസ് വിസിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം യു വിൽ ഹാവ് ടു കീപ് യുവർ സെൽഫ് ഫിറ്റ്. ഇഫ് യു ഡോണ്ട്, ഒബീസിറ്റി കുറച്ചുകൂടെ കൂടുകയാണെങ്കിൽ ഡെഫിനറ്റായിട്ട് മുട്ടിൻ്റെ പുറത്ത് ലോഡ് കൂടും. ബിക്കോസ് നമ്മൾ മുട്ടുകൊണ്ട് നടക്കുകയാണ്. ഷോൾഡറിന് അത്രയും വലിയ എഫക്റ്റ് ഉണ്ടാവില്ല, കാരണം ബിക്കോസ് ഷോൾഡറിൻ്റെ പുറത്ത് നമ്മൾ ലോഡ് കൊടുക്കുന്നില്ല. ഇറ്റ്സ് എ നോൺ വെയ്റ്റ് ബെയറിങ് ജോയിൻറ്റ്. പക്ഷേ ആങ്കിൾ അല്ലെങ്കിൽ നീ അല്ലെങ്കിൽ ഹിപ്പൊക്കെ ഒരു വെയ്റ്റ് ബെയറിങ് ജോയിൻ്റാണ്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ഉറപ്പായിട്ട് മുട്ടുവേദന സ്വാഭാവികമായിട്ടുണ്ടാവും. അതിൻ്റെ ഒരു റീസൺ തന്നെയാണ്. യെസ്. അപ്പോൾ അത് യു വിൽ ഹാവ് ടു ഗെറ്റ് ഇൻ ടു സം കൈൻഡ് ഓഫ് ആക്ടിവിറ്റി ലെവൽസ്, ഫിസിക്കൽ ആക്ടിവിറ്റി ലെവൽസ് എന്തെങ്കിലുമൊക്കെ ചെയ്ത് എക്സസൈസൊക്കെ ചെയ്യുകയാണെങ്കിൽ യു വിൽ ഇംപ്രൂവ്. തീർച്ചയായിട്ടും വ്യക്തമായി എന്ന് കരുതുന്നു. അപ്പോൾ അതുപോലെ തന്നെ നമുക്കൊരു നീ റീപ്ലേസ്മെൻറ്റ് സർജറിയിലേക്കൊക്കെ ചിലർ വരുമ്പോൾ തന്നെ പറയും ചെയ്യേണ്ടി വരുമോ ഡോക്ടർ. ചിലർ അത് ചെയ്യാനോട്ട് സമ്മതിക്കത്തുമില്ല, ആ ഒരു നീ റീപ്ലേസ്മെൻറ്റ് സർജറി വേണ്ടാന്ന് പറയും. ചിലർ ഡിമാൻഡിങ് ആയിട്ട് അത് വേണമെന്നും പറയും. അപ്പോൾ ആക്ച്വലി ഈ ഒരു നീ റീപ്ലേസ്മെൻറ്റിലേക്കൊക്കെ പോകേണ്ടുന്ന സിറ്റുവേഷനെ കുറിച്ച് നമുക്ക് വ്യക്തമായൊരു ധാരണ പ്രേക്ഷകർക്ക്. മേ ബി ഒരു ലെറ്റ്സ് ലുക്ക് അറ്റ് എ സിനാരിയോ പ്രോബ്ലി ഒരു 20 years ബാക്ക്, 20 വർഷം 30 വർഷം ബാക്കിലേക്കുള്ള സിനാരിയോയിൽ ഇങ്ങനത്തെ ഒരു പ്രൊസീജിയർ വന്നു. ഈ പ്രൊസീജിയർ ചെയ്യുന്ന ആൾക്കാർ കുറവാണ്. ഉപയോഗിക്കുന്ന ഇംപ്ലാൻസിന് വലിയ കാര്യമായിട്ടുള്ളൊരു അവൈലബിലിറ്റി ഒന്നും ഇല്ലായിരുന്നു. ടെക്നിക്ക് ഒരു ഇഷ്യൂ ആയിരുന്നു. ആൻഡ് പീപ്പിൾ ഹാഡ് സോ മെനി കോംപ്ലിക്കേഷൻസ്. ബട്ട് ആസ് ഏജ് നമ്മുടെ ഈ ഒരു വർഷങ്ങൾ പോയി കഴിഞ്ഞ് ടെക്നോളജി ഇമ്പ്രൂവ് ചെയ്തു, സയൻസ് ഇമ്പ്രൂവ് ചെയ്തു. ആൻഡ് നൗ വി ആർ ഇൻ 2021. 2021 യു ബേസിക്കലി ഹാവ് ജെൻഡർ സ്പെസിഫിക് നീ ഉണ്ട്. ജെൻഡർ സ്പെസിഫിക് നമ്മുടെ സ്വന്തം നീയുടെ മോഡൽ അനുസരിച്ച് ബേസിൽ നമുക്കൊരു നീ ഉണ്ടാക്കാൻ പറ്റും. അത്രയും അഡ്വാൻസ്ഡ് ആണ്. വി ഹാവ് റോബോട്ടിക് നീസ്. റോബോട്ടിനെ ബേസിലി ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ റോബോട്ട് കറക്റ്റായിട്ട് പറഞ്ഞു തരും ഈ നീ റീപ്ലേസ്മെൻറ്റ് എങ്ങനെ ചെയ്യണം എന്നുള്ള സർജൻ ചെയ്യാം. സോ അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടാണ് നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ. അപ്പം ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു നീ റീപ്ലേസ്മെൻറ്റിനെ കുറിച്ച് ആലോചിക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ചെയ്യുമ്പോൾ ഇപ്പം നമുക്ക് ഇംപ്ലാൻസ് അവൈലബിൾ ആണ്, നല്ല തിയേറ്റർ സെറ്റപ്സ് അവൈലബിൾ ആണ്, നല്ല ടെക്നീക്സ് ഉണ്ട്. സോ അതൊരു കോമ്പിനേഷൻ ഫാക്ടറാണ്. സോ നല്ലൊരു ഹോസ്പിറ്റൽ സെറ്റപ്പിൽ നല്ലൊരു ടെക്നീക്കിൽ നല്ലൊരു ഇംപ്ലാന്റ് ഇട്ട് ചെയ്യുകയാണെങ്കിൽ റിസൾട്ടൊക്കെ നല്ലതാണ്. നമ്മൾ ഈ 70 years ആൾക്കാരെ ഒന്നും ഒളിമ്പിക്സിന് ഓടിപ്പിക്കാനൊന്നും പോകുന്നില്ലല്ലോ. നമുക്ക് എന്താ വേണ്ടത്? അവരുടെ ബേസിക് ആയിട്ടുള്ള റിക്വയർമെൻറ്റ്സ്, അവർക്കൊന്ന് എണീറ്റ് നടക്കുക, പെയിൻ ഇല്ലാതെ മാനേജ് ചെയ്യുക, ഒന്ന് പടി കയറുക, അവരുടെ ദിനചര്യയുള്ള ആക്ടിവിറ്റീസൊക്കെ മാനേജ് ചെയ്യുക പോസിബിൾ. സോ അത് ഒൺലി തിങ് ഞാൻ ഈ പറഞ്ഞ ഘടകങ്ങൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇത് ചെയ്യുക, അതിൻ്റെ ഒരു ഏജ് ഗ്രൂപ്പൊക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ പറയുന്നത് യൂഷ്വലി ഒരു 60 yearsന് താഴെയാണെങ്കിൽ 65 yearsന് താഴെ നമ്മളെപ്പോഴും 2 മുട്ടും ചെയ്യും. ഇൻ കേസ് 2 മുട്ടും മോശമാണെങ്കിൽ ഒരെണ്ണം ചെയ്തിട്ട് പിന്നെ ഒരു 6 മാസം കഴിഞ്ഞ് ചെയ്തിട്ട് കാര്യമില്ല. 2 മുട്ടും മോശമാണെങ്കിൽ 2 മുട്ടും നമ്മളൊരു സിറ്റിങ്ങിൽ ചെയ്യാം. പക്ഷേ അതിന് 65 yearsന് താഴെയാണ് നമ്മളിപ്പോൾ വെച്ചിരിക്കുന്ന ഒരു കട്ട് ഓഫ് ലൈൻ. കാരണം 65 yearsന് മുകളിൽ പേഷ്യൻസിന് കുറച്ച് വേറെ കോമോബിലിറ്റീസ് ഒക്കെ ഉണ്ടാവും. ഡയബറ്റീസ് ഉണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് അനസ്തീഷ്യ ഇഷ്യൂ എടുക്കുന്നതിന് ഇഷ്യൂസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഹാർട്ടിന് പ്രശ്നങ്ങളുണ്ടാവും. സോ അങ്ങനെ വരുമ്പോൾ നമ്മൾ സ്റ്റാഗേർഡ് ആയിട്ട് ചെയ്യും. സ്റ്റാഗേർഡ് എന്ന് പറഞ്ഞാൽ ഒരു മുട്ട് ചെയ്തു, മേ ബി ഒരു 3 months കഴിയുമ്പോൾ അടുത്ത മുട്ട് ചെയ്തു, അല്ലെങ്കിൽ 6 months കഴിയുമ്പോൾ അടുത്ത മുട്ട് ചെയ്തു. നമുക്കതിലേക്ക് വരാം ഡോക്ടർ. ആക്ച്വലി നമുക്കൊരു കോളർ വെയിറ്റ് ചെയ്യാണ്. ഹലോ, വെൽക്കം ടു കെയറിംഗ് ഹാൻഡ്സ്. ആരാണ് സംസാരിക്കുന്നത്? ഹലോ. ഹലോ സാർ, എൻ്റെ പേര് രാജേഷ് എന്നാണ്. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് തന്നെയാണ് വിളിക്കുന്നത്. അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് വിളിച്ചത്. അമ്മയ്ക്ക് ഏകദേശം 62 വയസ്സോളം പ്രായമുണ്ട്. നമ്മുടെ ഈ 2 കാൽമുട്ടും ഭയങ്കര വേദനയാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയാനായിരുന്നു. സാർ, അത് ഈ ഒന്ന് പ്രായം, ഒന്ന് 60 വയസ്സ്, 2 കാൽമുട്ട് വേദന എന്ന് പറഞ്ഞപ്പോൾ ഇതൊരു എക്സ്റേ വല്ലതും എടുത്ത് നോക്കിയിട്ടുണ്ടോ? നോക്കിയിട്ടുണ്ട്. അപ്പോൾ പണ്ട് പശുവൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഇതിനെയൊക്കെ കുറെ പരിപാലിച്ചതും കാര്യങ്ങൾ നടന്ന ഒരു തേയ്മാനമാണെന്ന് പറഞ്ഞു. അപ്പോൾ ആയുർവേദത്തിൽ കാണിച്ചു. ഇപ്പോൾ എന്തെന്ന് പറഞ്ഞാൽ രാവിലെ എണീറ്റ് ലേശം നടക്കുമ്പോൾ കാൽമുട്ടിന് വേദന പ്ലസ് അതിൻ്റെ കൂടെ നീരും കൂടി വരും. അത് തന്നെ. അപ്പോൾ നമുക്ക് ആ എക്സ്റേ എടുത്തിട്ട് നമുക്ക് ആ ഒരു സ്റ്റേജ് ഓഫ് ഡിസീസ് മനസ്സിലാക്കണം. ഇപ്പോൾ ഏത് സ്റ്റേജിലാണ് ഈ അസുഖം നിൽക്കുന്നുള്ളത്, ആ സ്റ്റേജ് അനുസരിച്ചാണ് നമുക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റുന്നത്. ഇപ്പോൾ സ്റ്റേജ് 3 ആണെങ്കിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, സ്റ്റേജ് 4 ആണെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ ഒരു എക്സ്റേ എടുത്ത് ശരിക്കും പറഞ്ഞാൽ വെയിറ്റ് ബെയറിംഗ് എക്സ്റേ തന്നെ എടുക്കണം, നിൽക്കുന്ന എക്സ്റേ തന്നെ എടുക്കണം. വെയിറ്റ് ബെയറിംഗ് എക്സ്റേ എടുത്തുകൊണ്ട് വേണം നമുക്ക് അടുത്ത ഡോക്ടറെ കാണിക്കാനോ അല്ലെങ്കിൽ വന്ന് കാണിക്കുകയോ, നോക്കിയിട്ട് എന്താണ് ചികിത്സ അവൈലബിൾ എന്ന് വെച്ചാൽ ഡെഫിനറ്റ് ആയിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യാമെന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. 4 സ്റ്റേജ് ആണല്ലേ? 4 സ്റ്റേജ് ഉണ്ട് സാറേ, 4 സ്റ്റേജ് ഉണ്ട്. അതിനകത്ത് സ്റ്റേജ് ഉണ്ട്. അപ്പോൾ അത് ഏത് സ്റ്റേജ് ആണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യുന്നത് നമ്മളൊരു എക്സ്റേയിലൊക്കെയാണ്. അപ്പം അത് ഐഡന്റിഫൈ ചെയ്തിട്ട് നമുക്ക് ചികിത്സ ഉണ്ടാവും അല്ലേ?
ഈ 4 സ്റ്റേജസിനും ചികിത്സയുണ്ട്. ഉണ്ട്. ഉണ്ട്, ട്രീറ്റ്മെന്റ് ഉണ്ട്, നമ്മളത് എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതെ. ഓക്കെ സാർ, ഓക്കെ, ഞാനത് അങ്ങനെ നോക്കാം. ശരി. ഞാനത് കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, ശരി സാർ, ശരി. വിളിച്ചതിന് നന്ദി. വീണ്ടും വിളിക്കുക. തീർച്ചയായും ചില കാര്യങ്ങളിലൊക്കെ നമുക്ക് പരിമിതിയുണ്ട്. അപ്പോൾ കണ്ടറിഞ്ഞ് വേണം നമുക്ക് അതിനുള്ള ചികിത്സാ രീതിയൊക്കെ പറയുവാനായിട്ട്. അപ്പോൾ അതിനായി ഡോക്ടറുടെ അപ്പോയിൻമെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഡോക്ടറുടെ നമ്പർ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെ കാൽമുട്ട് വേദനയും പരിഹാരങ്ങളും എന്ന വിഷയത്തെ ആസ്പദമാക്കി ചോദിക്കാനായി സ്ക്രീനിലൊരു നമ്പറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാമിൽ തന്നെ വിളിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ തീർക്കാവുന്നതാണ്. അതോടൊപ്പം ഞങ്ങൾക്കൊരു വാട്സപ്പ് നമ്പറുണ്ട്. അതിലേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ക്യൂറീസ് സെൻഡ് ചെയ്യാവുന്നതാണ്. മാത്രമല്ല ഒരു മെയിൽ ID ഉണ്ട്, doctor@asianet.co.in എന്ന മെയിലിലേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെ സെൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ തീർച്ചയായും നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരുന്നത് പോലെ കാൽമുട്ട് റീപ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ തീർച്ചയായും നമുക്ക് അതിലേക്ക് വരാം ഡോക്ടർ. മറ്റൊരു കോളർ കൂടി വെയിറ്റ് ചെയ്യാണ്, നമുക്ക് അതിലേക്ക് കൂടി പോകാം. ഹലോ, വെൽക്കം ടു കെയറിംഗ് ഹാൻഡ്സ്. ആരാണ് വിളിക്കുന്നത്? ഞാൻ ശാന്തിയാണ് സാർ മാഡം വിളിക്കുന്നത്. എവിടുന്നാണ് വിളിക്കുന്നത്? ശാസ്ത്രമംഗലത്തുനിന്ന്. ഓക്കെ, നമ്മൾ കാൽമുട്ട് വേദനയും പരിഹാരങ്ങളും എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് സംസാരിക്കുന്നത്. ഹരീഷ് ഡോക്ടർ ഉണ്ട്. ഓക്കെ, ഹരീഷ് ഡോക്ടർ നമുക്കൊപ്പം ഉണ്ട്, ചോദിക്കാം. പറയണം. സാർ, കാലുമുട്ട് ഭയങ്കര വേദനയാണ്. കാലിന്റെ വെയിറ്റ് കൂടുതലാണോന്നറിയില്ല. 50 വയസ്സായി. 50 കിലോ 50 വയസ്സായി. ഭയങ്കര വേദനയാണ്. നമുക്ക് മുട്ടുവേദനയ്ക്ക് പല കാരണങ്ങളില്ലേ? നിലവിൽ വേറെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടോ? വേറെ തൈറോയ്ഡ് ഉണ്ട്. ടിവിയുടെ വോളിയം ഒന്ന് കുറയ്ക്കാവോ? ഇപ്പൊ അതിന്റെ ഒരു ഗുളിക ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എക്സ്റേ വല്ല എടുത്ത് നോക്കിയിട്ടുണ്ടോ? 85 കിലോ. അല്ല, എക്സ്റേ എടുത്ത് നോക്കിയിട്ടുണ്ടോ? ഇല്ല സാറേ. അപ്പോൾ ഒരു ഡോക്ടറെ കാണൂ. ഡോക്ടറെ കണ്ടിട്ട് എക്സ്റേ എടുത്ത് നോക്കിയിട്ട് അതിനകത്ത് എന്താണ് സ്റ്റേജ്, എന്തൊക്കെ അസുഖങ്ങളുണ്ട് നോക്കി നമുക്ക് വേറെ എന്തെങ്കിലും അസോസിയേറ്റ് അസുഖങ്ങളുണ്ടോ എന്നുള്ള ബ്ലഡൊക്കെ ഒന്ന് പരിശോധിച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം ചികിത്സ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ചെയ്യും. നടക്കുമ്പോഴേ ഭയങ്കര മുണ്ടി വേദന കൂടുതലാണ്. വെറുതെ മരുന്ന് കഴിച്ചിട്ട് കാര്യമില്ല. നമുക്ക് അറിയണ്ടേ ഏത് നിലവാരത്തിലാണ്, ഏത് സ്റ്റേജിലാണ് നമ്മുടെ അസുഖം നിൽക്കുന്നത് അറിയണ്ടേ. അപ്പോൾ അത് അറിയണമെങ്കിൽ ഒരു എക്സ്റേ ഒക്കെ എടുത്ത് നോക്കണം. എക്സ്റേ ഒക്കെ എടുത്തിട്ട് ഒരു ഡോക്ടറെ കാണിക്കും കേട്ടോ. ശരി, വ്യക്തമായി എന്ന് കരുതുന്നു. അപ്പോൾ തീർച്ചയായും ചില സാഹചര്യങ്ങൾ നമുക്ക് ഏതെങ്കിലും ഫിസിഷ്യനുമായി കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ഏത് സ്റ്റേജിലാണ് എന്ന് മനസ്സിലാകുകയുള്ളൂ. വിളിക്കുന്ന കോളേഴ്സ് ദയവ് ചെയ്ത് ടെലിവിഷൻ്റെ വോളിയം മ്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് വ്യക്തമായ ഒരു രീതിയിൽ ഉള്ള ഒരു സംഭാഷണം സാധ്യമല്ല. അതുകൊണ്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഉത്തരം വ്യക്തമായി എന്ന് കരുതുന്നു. വിളിച്ചതിൽ നന്ദി. വീണ്ടും വിളിക്കുക. നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഡോക്ടർ കാൽമുട്ട് റീപ്ലേസ്മെൻറ്റ് സർജറി 65 വയസ്സ് കഴിഞ്ഞവർക്ക് കൊടുക്കാറില്ല അധികം. നമ്മളിപ്പോൾ ആ ഒരു രീതിക്ക് കൊടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് അങ്ങനെയല്ല പറഞ്ഞു. ഞാൻ പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം 2 മുട്ട് മാറ്റി വയ്ക്കുന്ന കാര്യമാണ് പറഞ്ഞത്. ഇപ്പം ചില ആൾക്കാർക്ക് സിംഗിൾ മുട്ട് മാറ്റി വയ്ക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ഒരു മുട്ടിൽ മാത്രമേ അസുഖമുള്ളൂ, മറ്റേ മുട്ടിൽ അസുഖമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ യൂഷ്വലി ഒരു 65 ഇയേഴ്സ് 70 ഇയേഴ്സ് 75 ഇയേഴ്സിൽ വരെ 80 ഇയേഴ്സ് വരെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഓരോ ആൾക്കാരുടെ ഡിമാൻഡാണ്. യൂഷ്വലി കാണപ്പെടുന്നത് ഒരു 75 ഇയേഴ്സിന് മുകളിൽ പൊതുവേ പേഷ്യൻസിൻ്റെ ഡ്രൈവ് കുറച്ച് കുറവായിരിക്കും. അതായത് നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് കൊടുത്താലും ആ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് ആ പേഷ്യൻറ്റിന് അതുകൊണ്ട് തിരിച്ച് റിക്കവർ ചെയ്ത് വരാനുള്ള ഒരു ഡിലേ പ്രോസസ്സ്, അല്ലെങ്കിൽ ആ പേഷ്യൻ്റെ കയ്യിൽ നിന്ന് ഒരു ഇനിഷ്യേറ്റീവ് കുറവ് വരിക. ഇതൊക്കെയാണ് യൂഷ്വലി നമ്മളൊരു 75 ഇയേഴ്സിന് മുകളിൽ. ബിക്കോസ് ദേ പ്രോബബ്ലി തിങ്ക് ഇറ്റ്സ് ദി എൻഡ് ഓഫ് ദി ഡേ ലൈറ്റ്. ഒരു ടൈം ആകുമ്പോഴത്തേക്ക് അത് ചെയ്യേണ്ട, അങ്ങനെയൊക്കെ ഉണ്ട്. യെസ്. അപ്പോൾ അത് നമ്മൾ പേഷ്യൻറ്റിനെ ഇവാലുവേറ്റ് ചെയ്ത് സംസാരിക്കാൻ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിൽ മാത്രമേ പേഷ്യൻറ്റിന് ട്രീറ്റ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ നമ്മളിത് ചെയ്തു, പേഷ്യൻ്റ് ഇതുകൊണ്ട് നടക്കുന്നില്ല, പേഷ്യൻ്റ് അതിനകത്ത് ഒരു ഇനിഷ്യേറ്റീവ് ഇല്ല, അങ്ങനെ വരുമ്പോൾ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് എഫക്റ്റീവ് ആവില്ല. സോ യു നീഡ് ടു ഐഡൻറ്റിഫൈ ദി പേഷ്യൻറ്റ് ബിഫോർ യു ഗിവ് എ ട്രീറ്റ്മെൻറ്റ്. തീർച്ചയായും നമുക്കൊരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഡോക്ടർ. അപ്പോൾ തീർച്ചയായും വെൽക്കം ടു കെയറിംഗ് ഹാൻഡ്സ്. ആരാണ് സംസാരിക്കുന്നത്? ഹലോ, വെൽക്കം ടു കെയറിംഗ് ഹാൻഡ്സ്. ആരാണ് സംസാരിക്കുന്നത്? ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. എന്താണ് പേര്? എന്റെ പേര് ബിനു, പത്തനാപുരമാണ് സ്ഥലം. ഓക്കെ, നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് കാൽമുട്ട് വേദനയും പരിഹാരങ്ങളും എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ്. ഹരീഷ് ഡോക്ടർ നമുക്കൊപ്പമുണ്ട്, സംസാരിക്കാം. അതിനു മുമ്പ് ടെലിവിഷന്റെ വോളിയം ഒന്ന് മ്യൂട്ട് ചെയ്യുക. നമുക്ക് വ്യക്തമായ ഒരു സംഭാഷണത്തിന് വേണ്ടിയാണ്. അതെ, വോളിയം മ്യൂട്ട് ചെയ്തോ? സാറേ നമസ്കാരം. നമസ്കാരം, പറയണം. സാറേ,
എൻ്റെ പ്രശ്നം എനിക്ക് 45 വയസ്സ് കഴിഞ്ഞു. ശരി. കാൽമുട്ടില് 2 കാൽമുട്ട് കുറെ വർഷങ്ങളായിട്ട് കാൽമുട്ടിന്റെ ഇരിക്കുകയും എഴുന്നേൽക്കുകയും ചെയ്യുമ്പോൾ കാൽമുട്ടിനുള്ളിൽ ഒരു തരം സൗണ്ട് കിറുകിറുന്നൊരു സൗണ്ട് അതൊരു കോമൺ കംപ്ലയിൻ്റ് ആണ് യൂഷ്വലി പേഷ്യൻസിൻ്റെ ഇടയ്ക്ക്. അത് ഈ ചിരട്ട ശരിക്കും പറഞ്ഞാൽ പോയി മുട്ടിൻ്റെ പുറത്ത് റബ്ബ് ചെയ്യുന്നതിൻ്റെ ഒരു ഗ്രേറ്റിംഗ് സെൻസേഷനാണ് ഈ സൗണ്ടായിട്ട് കേൾക്കുന്നത്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചിരട്ടയുടെ മുകളിലുള്ള മസിൽസിൻ്റെ സ്ട്രെങ്ത് അത്രയും പോരാ. അപ്പം നോർമൽ സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ ഒരിക്കലും ശരിക്കും പറഞ്ഞാൽ ഈ ചിരട്ട പോയി ഗ്രേറ്റ് ചെയ്യില്ല. ആ സ്ട്രെങ്ത് കുറച്ച് കുറയുമ്പോൾ ഈ ചിരട്ട കുറച്ചൊന്ന് ആ മുട്ടിൻ്റെ സൈഡിലേക്ക് കുറച്ച് ഡിസെൻഡ് ചെയ്യും. അപ്പോൾ നമ്മൾ മുട്ട് മടക്കാൻ നേരത്ത് ശരിക്കും പറഞ്ഞാൽ 2 സർഫേസ് തമ്മിൽ റബ്ബിങ് കൂടുതലുണ്ടാവും. ആ റബ്ബിങ് കൂടുതൽ വരുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ അത് മുട്ട് നന്നായിട്ടൊന്ന് സ്ട്രെങ്തനിങ് എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഗ്രേറ്റിംഗ് സെൻസേഷൻ മാറും ടു എ സർട്ടൻ എക്സ്റ്റെൻറ്റ്. ഉത്തരം വ്യക്തമായി എന്ന് കരുതുന്നു. സാർ, അതേപോലെ ഞാൻ ചെറുപ്പ സമയത്ത് ഒരുപാട് വ്യായാമങ്ങൾ ചെയ്യുന്ന കൂടുതലായിരുന്നു. അല്ല, അത് വ്യായാമം അതിനെ തുടർന്നാണോ ആണോന്ന് എനിക്ക് സംശയം ഉണ്ട്. ഇല്ല, അപ്പോൾ അത് ഓക്കെ, വ്യായാമം ചെയ്യുന്ന ആൾക്കാരിൽ മുട്ടിൽ ചെറുപ്പകാലത്ത് കളിക്കുന്ന ആൾക്കാരിലൊക്കെ ഒരു 45 years ഒക്കെ ആകുമ്പോൾ ചെറിയൊരു തേയ്മാനമൊക്കെ മുട്ടിനകത്ത് വരാം. പക്ഷേ ഞാൻ പറയുന്നത് ഇപ്പോൾ ഈ ഗ്രേറ്റിംഗ് സെൻസേഷൻ്റെ കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടാണ്. അത് ഇൻ ഓൾ പോസിബിലിറ്റീസ് പെറ്റലോഫെമറലാണ്. അപ്പോൾ ആ പെറ്റലോഫെമറൽ എന്ന് വെച്ചാൽ ചിരട്ട ബേസിക്കലി ശരിക്കും പറഞ്ഞാൽ റബ്ബ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് ശരിക്കും എക്സസൈസ് ഒക്കെ നന്നായിട്ട് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ല റിസൾട്ട്സ് ഒക്കെയാണ്. പെയിനും കാരണം കുറച്ചൊന്ന് കുറയും, ഈ ഗ്രേറ്റിംഗ് സെൻസേഷൻ കുറച്ചൊന്ന് കുറയും. അപ്പം അതൊരു നിങ്ങളൊരു നല്ലൊരു തെറാപ്പിസ്റ്റിനെയോ അല്ലെങ്കിൽ ഫിസിയോതെറാപ്പിസ്റ്റിനെയോ അല്ലെങ്കിൽ ഡോക്ടറെ കണ്ടിട്ട് ചികിത്സ എടുക്കാമെന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ഓക്കെ സാർ. ഓക്കെ, ഉത്തരം വ്യക്തമായി എന്ന് കരുതുന്നു. വിളിച്ചതിൽ സന്തോഷം, നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം വീണ്ടും വിളിക്കുന്ന കോളേഴ്സ് ദയവ് ചെയ്ത് ടി-വിയുടെ വോളിയം മ്യൂട്ട് ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് വ്യക്തമായ രീതിയിലൊരു ആൻസറിങ് നടക്കുകയുള്ളൂ. അതുകൊണ്ടാണ്. അപ്പം താങ്ക് യു സോ മച്ച്. അപ്പം നമ്മൾ ഒരു വാട്സപ്പ് മെസ്സേജ് ഉണ്ട്. ഡോക്ടർ, റെസ്പെക്റ്റഡ് സർ, does yoga and stretching exercises helps to reduce arthritis and joint pains during later stages of our life? And also, will it help our physique to walk, climb stairs, etc. as we get older? എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജാണ് വന്നിരിക്കുന്നത്. യോഗയ്ക്കകത്ത് 2 കോൺസെപ്റ്റ് ഉണ്ട്. ഒന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു മെൻറ്റൽ ലെവൽ ബാലൻസ് ഒക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുക. അറ്റ് പീസ് യുവർ സ്ട്രെസ് ലെവൽ കംസ് ഡൗൺ ടു സർട്ടൻ എക്സ്റ്റെൻറ്റ്. 2, യുവർ മസിൽ ടെൻഡൻ യൂണിറ്റ്സിനെയൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ ദേ ആർ ഇൻ ഗുഡ് സിങ്ക്. എത്രയോ ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ പദ്മാസനം വജ്രാസനം ഒക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ദേ മാനേജ് ടു ഗോ ആസ് ഫാർ ആസ് യുവർ ബോഡി വെയ്റ്റ് ഇസ് അണ്ടർ കൺട്രോൾ. ബോഡി വെയ്റ്റ് കൂടിയിട്ട് നമ്മൾ ഈ വജ്രാസനം പദ്മാസനമൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ മുട്ടിനകത്ത് വേദനയൊക്കെ തുടങ്ങും. സോ അത് യോഗ ആസ് എൻ എക്സസൈസ് പാറ്റേൺ ഇസ് സപ്പോസ് ടു ബി എൻ എക്സലൻറ്റ് തിങ് ഫോർ ഓസ്റ്റിയോആർത്രൈറ്റിസ്. ഇൻ ദ സെൻസ് അത് ചെയ്യുകയാണെങ്കിൽ ഓസ്റ്റിയോആർത്രൈറ്റിസ് വരില്ല എന്നല്ല, അത് ചെയ്യുകയാണെങ്കിൽ യുവർ മസിൽസ് വിൽ ബി ഇൻ ഗുഡ് സിങ്ക്. സോ അതുകൊണ്ട് മുട്ടിൻ്റെ പുറത്തുള്ള ലോഡൊക്കെ കുറച്ച് കുറവായിരിക്കും. ആൻഡ് യു വിൽ കീപ്പ് യുവർ സെൽഫ് ഇൻ ഗുഡ് ഷേപ്പ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും മുട്ടിൻ്റെ പുറത്ത് ലോഡ് കുറവായിരിക്കും. സോ ഇറ്റ്സ് ആക്ച്വലി നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഈ ഇഞ്ചുറി അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ആർത്രൈറ്റിസ് എന്ന സിനാരിയോയിൽ നിന്ന് ബേസിക്കലി കുറച്ച് കാലത്തേക്ക് നമുക്ക് ഒഴിവാക്കി നിൽക്കാൻ പറ്റും. സോ ഡൂയിങ് എക്സസൈസ് ആൻഡ് യോഗ ഇസ് എ ഫാന്റാസ്റ്റിക് വേ ഓഫ് മെയിൻറ്റെയിനിങ് യുവർ ഹെൽത്ത്. ലേറ്റർ സ്റ്റേജസിലായാലും നമുക്ക് യോഗ ചെയ്യാം. എത്രയോ ആൾക്കാർ ലേറ്റർ സ്റ്റേജ് യോഗ ചെയ്യുന്നുണ്ട്. ബട്ട് യെസ് ദേ ഡൂയിങ് ഇറ്റ്. ബട്ട് അഗൈൻ ഞാൻ ഈ പറഞ്ഞ ബോഡി മാസ് ഇൻഡെക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ആസ് ഫാർ ആസ് യു ആർ എ സ്ലിം ഇൻഡിവിജ്വൽ, നമ്മളിപ്പം ബാബ രാംദേവിനെ കാണുന്നില്ലേ? സോ തീർച്ചയായും. അപ്പോൾ ഉത്തരം വ്യക്തമായി എന്ന് കരുതുന്നു. നമ്മൾ ഈ പറഞ്ഞിരുന്നത് പോലെ തന്നെ 65 വയസ്സിന് മേപ്പോട്ടുള്ളവർക്ക് പല വിധത്തിലുള്ള ധാരണകളാണ് നീ റീപ്ലേസ്മെന്റ് സർജറിയെ കുറിച്ചും ഒക്കെ വരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരുണ്ട്. മാത്രമല്ല, ഈ ഒരു വേദന കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് സ്റ്റിറോയിഡ്സ് എടുക്കുന്ന ആൾക്കാരും നമുക്ക് പൊതുവെ ചുറ്റിനും കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റിറോയിഡ്സ് എടുക്കുന്നത് സംബന്ധിച്ച് നമുക്ക് എന്താ സംസാരിക്കാം? അത് സ്റ്റിറോയിഡ് ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി സാധനമാണ്. എക്സാക്ട്ലി. നമ്മൾ മുട്ടിനകത്ത് ഭയങ്കര വേദന വരുമ്പോൾ നമ്മൾ ഓസ്റ്റിയോ ആർത്രൈറ്റിസിൽ ട്രീറ്റ്മെൻറ്റ് കൊടുത്തിരുന്നു. ഇപ്പോഴും ട്രീറ്റ്മെൻറ്റ് ചില ഡോക്ടേഴ്സ് കൊടുക്കുന്നുണ്ട്. ബട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സ്റ്റിറോയിഡ് കൊടുക്കുന്ന ഒരു ഇൻഫ്ലമേഷൻ കുറയ്ക്കുക, കുറച്ച് നാളത്തേക്ക് പ്രിഫറബിളി ആ ഒരു പെയിൻ്റെ ഫാക്ടറി ഒന്ന് ഷട്ട് ഡൗൺ ചെയ്യുക. ബട്ട് ഡിസീസ് ഒരിക്കലും പ്രോഗ്രഷൻ കുറയ്ക്കുന്നില്ല. ഡിസീസ് കംസ് ബാക്ക് ടു നോർമൽ ആൻഡ് കൈൻഡ് ഓഫ് തിങ്. സോ തിരിച്ചത് ഉറപ്പായിട്ട് വേദനയായിട്ട് തിരിച്ച് പിന്നെയും വരും. ഒരു താൽക്കാലിക ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന രീതിയിൽ നമ്മളൊരു ജാമ്യം വാങ്ങിക്കുക എന്നൊക്കെ പറയുന്നില്ലേ, അത്ര തന്നെ.
അതല്ലാതെ ബേസിക്കലി അതിന് വലിയ റോളൊന്നുമില്ല. അത് എടുക്കുന്നത് സംബന്ധിച്ചിട്ട് അത് എടുക്കാതെ അല്ലേ? പ്രിഫറബിളി you ask me in my practice, എൻ്റെ പ്രാക്ടീസിലാണെങ്കിൽ I usually don't give steroid injections to recommend ചെയ്യാറില്ല. I don't. ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞു വേറെ ഈ കാർട്ടിലേജ് ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ കുറച്ച് ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് നമുക്ക് റീലോഡ് ചെയ്യാൻ പറ്റുന്നു, ആ ഒരു രീതിക്ക് നോർമലി തന്നെ അത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ള രീതിക്ക് ഒരു 25 ഇയേഴ്സിനൊക്കെ ഉള്ള ഒരു സമയത്താണെങ്കിൽ പറ്റുന്നതാണെന്ന് നമ്മൾ പറഞ്ഞു. നമുക്കൊരു ഗ്രോസ് സിനാരിയോ നമ്മൾ കാണുമ്പോൾ ഇപ്പോൾ ഒരു ആക്റ്റീവായിട്ടുള്ളൊരു പ്ലെയർ അല്ലെങ്കിൽ ഈസ് ഗോൺ ഹെഡ് ആൻഡ് പുള്ളി ഒരു കാരിയർ സ്പാനിങ് 10 ഇയേഴ്സ് കളിച്ച് കഴിയുമ്പോഴത്തേക്കും മുട്ടിനൊരു ചെറിയ പെയിനൊക്കെ ആയിട്ട് എൻ്റെ അടുത്ത് വരണം. ഞാനൊന്ന് ഇവാലുവേറ്റ് ചെയ്തു, ഒരു എക്സ്റേ ഒക്കെ എടുത്ത് നോക്കിയപ്പം കാർട്ടിലേജിൻ്റെ ഒരു ഏരിയയിൽ അല്ലെങ്കിൽ MRI ഒക്കെ എടുത്ത് നോക്കുമ്പോൾ കാർട്ടിലേജിൻ്റെ ഒരു ഏരിയയിൽ ശരിക്കും പറഞ്ഞാൽ കാർട്ടിലേജ് ഇല്ല. അപ്പോൾ അതിന് പല ചികിത്സകളുണ്ട്. അതിന് ശരിക്കും പറഞ്ഞാൽ സൈസ് അനുസരിച്ചാണ്. ഇപ്പോൾ ചെറിയൊരു കാർട്ടിലേജ് ലീഷൻ, ഇപ്പോൾ ലെസ് ദാൻ ഒരു 1.5 mm ഉള്ളൊരു കാർട്ടിലേജ് ലീഷന് നമുക്ക് കാർട്ടിലേജ് ട്രാൻസ്ഫറിന് ആവശ്യമില്ല. പ്രിഫറബിളി നമുക്ക് മൈക്രോ ഫ്രാക്ചർ എന്ന് പറഞ്ഞൊരു ഫ്രാക്ചർ ഉണ്ട്. മൾട്ടിപ്പിൾ ഹോൾസ് ഡ്രിൽ ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്തൊരു സൂഡോ കാർട്ടിലേജ് ഫോർമേഷൻ ഉണ്ട്. കുറച്ചുകൂടെ ബിഗർ ഡിഫക്ട്സ് 6 mm ഡിഫക്ട്സ് 8 mm ഡിഫക്ട്സ് വരുന്ന ഡിഫക്റ്റിനകത്ത് വരുമ്പോഴാണ് നമുക്ക് ഓട്സ് എന്ന് പറഞ്ഞൊരു ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. ഓട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ OATS ഓട്സ്, അത് നമ്മുടെ വെയ്റ്റ് ബെയറിങ് അല്ലാത്ത ഏരിയയിൽ നമുക്ക് മുട്ടിനകത്ത് കാർട്ടിലേജ് ഉണ്ട്. അവിടുന്ന് ആ കാർട്ടിലേജ് എടുത്ത് നമ്മൾ ഈ ഒരു ഡിഫക്റ്റീവ് കാർട്ടിലേജിലേക്ക് നമ്മൾ തിരിച്ചു കൊണ്ടുവന്ന് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുവയ്ക്കുക. അതിൻ്റെ ട്രീറ്റ്മെൻറ്റാണ് ഓട്സ് എന്ന് പറയുന്നത്. അതും നമ്മൾ ചെയ്യാറുണ്ട്. കോമൺ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് ഓട്സ്. ഒരു എവിഡൻസ് ബേസ്ഡ് ഉള്ള ട്രീറ്റ്മെൻറ്റാണ്. അതായത് നമ്മൾ വേറെ സ്ഥലത്ത് നിന്ന് ഒരു കാർട്ടിലേജ് എടുത്തിട്ട് നമ്മൾ ഈ ഡിഫക്റ്റ് ഉള്ള ഏരിയയിൽ ബേസിക്കലി കൊണ്ട് നമ്മൾ പ്ലഗ് ചെയ്ത് വെക്കുക. അതാണ് ഞാൻ പറഞ്ഞത് 6 mm അല്ലെങ്കിൽ 8 mm ഡിഫക്ട്സ് എന്ന് പറയുന്നത്. അത്രയും അതിനേക്കാളും കുറച്ചുകൂടെ വലിയൊരു ഡിഫക്റ്റാണ് നമ്മൾ പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഈ BMAC അല്ലെങ്കിൽ നമ്മൾ ACI ഓട്ടോലോഗസ് കോൺട്രോസൈറ്റ് ഇംപ്ലാന്റേഷൻ അതാണ് നമ്മൾ പറയുന്നത്. അതായത് നമ്മുടെ കാർട്ടിലേജ് തന്നെ നമ്മളെടുത്ത് ഒരു ലാബിൽ അയച്ച് 3 വീക്സ് കഴിഞ്ഞ് അത് നമ്മുടെ സ്വന്തം കാർട്ടിലേജ് ഒരു മീഡിയത്തിനകത്ത് വന്ന് അത് ഈ ഹോൾ ഏരിയയിലേക്ക് നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് റബ്ബ് ചെയ്ത് സംഭവം ചെയ്യുമ്പോഴത്തേക്ക് അവിടെ കാർട്ടിലേജ് റീജനറേഷൻ ഉണ്ടാവും. പക്ഷേ അതിനും ഒരു ചെറിയ ഡിഫക്റ്റാണ്. ഓസ്റ്റിയോ ആർത്രൈറ്റിസിനകത്ത് ഒരു വലിയ ഏരിയയിൽ കുറേ ഡിഫക്ട്സ് ആണുള്ളത്. സോ അത് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റില്ല. അത് കാർട്ടിലേജ് ഇല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുറേ ഏരിയയിൽ പോകുമ്പോൾ ഇപ്പോൾ നമ്മൾ മുടിയിൽ കഷണ്ടിയൊക്കെ വരുന്നില്ലേ, ചില ഏരിയയിൽ പാച്ചസ് വരുമ്പോഴത്തേക്ക് യു ഹാവ് ട്രീറ്റ്മെൻറ്റ് ലൈക്ക് PRPs ആൻഡ് കൈൻഡ് ഓഫ് തിങ് ഫോർ ദം. ബട്ട് വെൻ യു ഹാവ് എ ഗ്ലോബൽ ബോൾഡിങ് നമുക്കതിന് ശരിക്കും പറഞ്ഞാൽ PRP എന്ന് എത്തിക്കഴിഞ്ഞാൽ എല്ലായിടത്തുനിന്നും മുടി വളരുന്നില്ല. ജസ്റ്റ് ലൈക്ക് ദാറ്റ്. ഓക്കെ, ഷുവർ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സമയം നമുക്കിവിടെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ സമയം ഏതാണ്ട് വൈറ്റപ്പ് ചെയ്യേണ്ട ഒരു നിമിഷത്തിലേക്ക് നമ്മൾ കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായും കാൽമുട്ട് വേദനയും പരിഹാരങ്ങളും എന്ന വിഷയത്തെ ആസ്പദമാക്കി വളരെ വ്യക്തമായി വിശദമായി കോളേഴ്സിനും അതുപോലെ തന്നെ വാട്സപ്പ് മെസ്സേജിനും നമ്മുടെ പ്രേക്ഷകർക്കും ഒക്കെയുള്ള ചോദ്യങ്ങൾക്കൊക്കെ വളരെ വ്യക്തമായി തന്നെയാണ് സർ ഉത്തരം നൽകിയിരുന്നത്. ഒരുപാട് സന്തോഷം. ഡോക്ടർക്ക് നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വിഷയവുമായി തീർച്ചയായും കെയറിംഗ് ഹാൻഡ്സിൻ്റെ അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം. ACV മലയാളിയുടെ സ്വന്തം ഫാമിലി ചാനൽ.